സുഖമല്ലേ? ഞാനിന്ന് ഒരു പുതിയ യാത്ര തുടങ്ങുക. വേറെ എവിടെയല്ല, അത് ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ പറയാം. എൻ്റെ ചാനലിൻ്റെ പേരെന്താ, ഹെവൻ ഓഫ് കുട്ടേട്ടൻ. അപ്പം ഞാനിന്നൊരു യാത്രയിലോട്ട് പോവുക. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളെ ഞാനിങ്ങനെ ഒന്ന് കണ്ട് നിങ്ങളോടൊക്കെ ഒന്ന് അനുവാദം ചോദിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ അതിങ്ങനെ ഞാൻ ഫസ്റ്റ് ഇവിടെ നിന്ന് തുടങ്ങാം. അപ്പം ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കുന്നതെന്നറിയാം, ഈ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് ഞാൻ വീഡിയോയിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരെന്തോ, ഹെവൻ ഓഫ് കുട്ടേട്ടൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഞാനിന്ന് പോകുന്ന എവിടെ നിന്നാണെന്നറിയോ, ഈ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുനലൂർ വഴി പോകുന്ന, കരുനാഗപ്പള്ളിയിൽ നിന്ന് പുനലൂർ വഴി പോകുന്ന തെങ്കാശിയിലോട്ടാണ് ഞാനിന്ന് പോകുന്നത്. അപ്പോൾ തെങ്കാശിയിലെ ഒരു ദിവസത്തെ യാത്രയായിരിക്കും. ജസ്റ്റ് ഒരു ദിവസത്തെ യാത്രയായിരിക്കും. അപ്പോൾ എന്തായാലും അവിടുത്തെ ക്ഷേത്രവും മുരുകക്ഷേത്രവും എല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരും. അപ്പോൾ അതിനു മുമ്പ് ഞാനിവിടെ നിന്ന് എൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ശരി, ബാ. ട്രെയിൻ എന്തായാലും 10:30 ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ കുറച്ച് ഇങ്ങോട്ട് നടന്ന് ഇവിടെ ഇൻട്രഡക്ഷനൊക്കെ തുടങ്ങിയിട്ട് ഞാൻ പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇങ്ങനെ പെയ്യെ നടന്ന് ഇവിടെ പ്ലാറ്റ്ഫോമിൽ കൂടെ നടന്ന് പോകാൻ ഇന്നും എൻ്റെ കൂടെ അച്ഛനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പെയ്യെ നടക്കാമെന്ന് വെച്ചു. അപ്പോൾ എന്തായാലും അങ്ങോട്ട് നടക്കുകയാണ്. ഇവിടെ എല്ലാം പ്ലാറ്റ്ഫോമിലെല്ലാം ഇപ്പം നമ്മുടെ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ ഒരു മനോഹരമായിട്ടുണ്ട്. ഇവിടുത്തെ പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ ഇവിടുത്തെ രീതിയുമൊക്കെ ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട് ട്രെയിൻ കയറാൻ വേണ്ടി. നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനും എല്ലാം. എന്തായാലും ഞാനിന്ന് അങ്ങോട്ട് നടക്കുക എല്ലാം കണ്ട്. ഞാനും അച്ഛനും കൂടെ ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുക. അച്ഛാ, ഇതെങ്ങനെയാണ് പോകുന്നതെന്നറിയാമോ? ഇത് ഇവിടുന്ന് പുനലൂർ വഴിയായി ഈ വണ്ടി പോകുന്നത്. അപ്പം നമുക്ക് തെങ്കാശി അവിടം വരെ പോകുമ്പോഴത്തേക്കും മനോഹരമായ വിഷ്വൽസൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കണ്ട് മനസ്സിലായല്ലേ, അവിടെയൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോയിട്ട് വരാം. അത് എന്തായാലും നമ്മൾ ഈ യാത്രയെന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊന്ന് നമ്മുടെ മൈൻഡിനെയും അതുപോലെ നമ്മുടെ ശരീരത്തിനെയൊക്കെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമാണ് നമുക്ക് പലപ്പോഴും തോന്നും. നമ്മൾ എത്ര സ്ട്രെസ്സിലിരുന്നാലും നമ്മൾ ഈ യാത്ര എന്ത് ചെയ്യും, നമ്മളെ മാറ്റും. സംശയമുണ്ടോ? യാത്രകളൊക്കെ എപ്പോഴും യാത്രകൾ പിന്നെ ഒരു മനുഷ്യൻ്റെ എല്ലാ രീതിയിലും ശാരീരികമായി മാനസികമായിട്ടും ഒക്കെ കുറേ എൻജോയ് ചെയ്യിക്കുന്ന കാര്യമാണ് യാത്ര. അപ്പം അത് പിന്നെ എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. ഇപ്പോൾ യാത്ര മുഷിയുന്നവരുണ്ട്, യാത്രയിനകത്ത് പിന്നെ കുറ്റം പറയുന്നവരുണ്ട്, വിഷമിക്കുന്നവരുണ്ട്, സമയത്ത് എത്തുന്നില്ലല്ലോ എന്ന് പറയാൻ പരിതപിക്കുന്നവരുണ്ട്. ഇതെല്ലാം ഓരോരുത്തരുടെ മനസ്സ് പോലെയാണ് ഓരോ കാര്യങ്ങൾ ഇരിക്കുന്നത്. യാത്രയാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും സ്വീകരിക്കുന്ന ഓരോരുത്തരുടെ മനസ്സ് പോലെ. അതെ അതെ അതെ. മനസ്സെന്തോ അതാ മനമേവ മനുഷ്യനാണെന്ന് വിശ്വസിക്കുന്നു. അതെ അതെ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇനി നമ്മുടെ ഒരു മനോഹരമായ നമ്മളൊരു യാത്രയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ദിവസം നോക്കാം, അറിയത്തില്ല, നമ്മൾ തിരിച്ചു വരുന്ന പോലെ ചിലപ്പോൾ 1 ദിവസമോ 2 ദിവസമോ ആവുകയാണെങ്കിൽ അല്ലേ, നോക്കാം അല്ലേ. അല്ല, നമുക്ക് പോകാം. ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രെയിൻ വിട്ടിട്ടുണ്ട്. ഞങ്ങൾ തെങ്കാശിയിലോട്ട് യാത്ര പോകും. എങ്ങനെയുണ്ട് യാത്ര? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. എന്തായാലും നമുക്കൊരു അടിപൊളി ട്രിപ്പ് തന്നെ കിട്ടുമെന്ന് വിശ്വസിക്കാം അല്ലേ. അല്ലേ, ഇവിടുത്തെ എല്ലാ കാഴ്ചകളെല്ലാം കൊണ്ട് സൂപ്പറായിട്ടല്ലേ അല്ലേ. ട്രെയിൻ കരുനാഗപ്പള്ളി സ്റ്റേഷൻ വിട്ട് പോകുന്നതുണ്ടോ? ഇതെല്ലാം കാഴ്ചകളെല്ലാം അടിപൊളിയായിട്ട് കാഴ്ചകൾ കണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. കണ്ടോ, മനോഹരമായിട്ടുള്ള വ്യൂസൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇവിടെ. അതാണ് ഞാനിങ്ങനെ യാത്രയും കണ്ട് ഇരിക്കുക. നല്ല ശബ്ദമുണ്ട് ഇവിടെ, നമുക്ക് പെട്ടെന്ന് കേൾക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കേണ്ടത്. എന്തായാലും നമുക്ക് യാത്ര കണ്ട് പോകാം. കുറച്ചായിട്ട് ഞാൻ എടുക്കാം. ട്രെയിൻ കണ്ടോ, അടിപൊളി ട്രെയിനാണ്. തെങ്കാശിക്ക് പോകുന്ന ട്രെയിനുണ്ടല്ലോ, ഇത് മധുര എക്സ്പ്രസ്സാണ്. ഈ മധുര എക്സ്പ്രസ് കാണാൻ തന്നെ ഇതാണ്. സീറ്റിങ്ങൊക്കെ കണ്ടോ, സീറ്റിങ്ങൊക്കെ അടിപൊളി സീറ്റിങ്ങാണ്. നല്ല രസമായിട്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. എല്ലാവരും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഈ ട്രെയിനിൽ കയറേണ്ടതാണ്. ഇതൊക്കെ യാത്ര ചെയ്യേണ്ടത് നമുക്ക് തെങ്കാശിയിലൊക്കെ ചെന്ന് നല്ലപോലെ യാത്രയൊക്കെ കണ്ടിട്ട് വരാം. ഈ ട്രെയിൻ സാധാരണ 10:30ക്കാണ് വരുന്നത്. കരുനാഗപ്പള്ളിയിൽ നിന്ന് 10:30 നേരിട്ട് പോകും, മധുര വരെയാണോ. അപ്പോൾ എന്തായാലും ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് സ്ലീപ്പർ വരുന്നത് 60 രൂപ വരും. ഞാനും അച്ഛനുള്ളതുകൊണ്ട് 120 ആയിട്ടുണ്ട്. എന്തായാലും യാത്ര കണ്ടിങ്ങനെ
ഇവിടെ നിൽക്കുക. ട്രെയിൻ എന്തായാലും ശാസ്താംകോട്ട എത്തിയിട്ടുണ്ട്. ശാസ്താംകോട്ടയെ നിർത്തി പോകുന്ന ട്രെയിനാണ്. നമ്മളെല്ലാം ചെറിയ വണ്ടിയാണല്ലോ, അപ്പോൾ എന്തായാലും നിർത്തി പോകേണ്ട വരും. എന്തായാലും ഇവിടെ ചെറിയ സ്റ്റേഷനാണ് കേട്ടോ, ശാസ്താംകോട്ട എന്ന് പറയും. അപ്പോൾ എന്തായാലും ശാസ്താംകോട്ട സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാനും ഇങ്ങനെ കാഴ്ച കണ്ടോണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇത് ബോറടിക്കുമായിരിക്കും. ട്രെയിൻ എന്തായാലും ഒരു 3-4 മണിയാകുമ്പോൾ ഇല്ലേ, അതുവരെ നമ്മളിങ്ങനെ ഇരിക്കണം. ഇത് മൺട്രോ തുരുത്താണ് അല്ലേ? മൺട്രോ തുരുത്ത് കായലല്ലേ ഇപ്പോൾ നമ്മൾ ഒരു വലിയ കായലാണ്. നമുക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് മൺട്രോ തുരുത്ത് കായൽ കാണാൻ പോകും. ഇത് ശാസ്താംകോട്ട കായലാണോ മൺട്രോ തുരുത്ത് കായലാണോ? ശാസ്താംകോട്ട അല്ലേ? ശാസ്താംകോട്ട കായലാണ്. ട്രെയിൻ പോകുന്ന കേട്ടോ, നമ്മൾ ഒട്ടടുത്തൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. ഓക്കെ, പെട്ടെന്ന് എന്ത് സ്പീഡിലാണ് പോകുന്നത്. ഓക്കെ, ഇതാ നമ്മുടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന മൺട്രോ തുരുത്ത്. ഇവിടെ മൺട്രോ തുരുത്ത്, ഇതാ മൺട്രോ തുരുത്ത് എന്ന് പറയും. ഉണ്ടാവും മൺട്രോ തുരുത്ത് സ്റ്റേഷനാണ്. ചെറിയൊരു സ്റ്റേഷനാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമായി മൺട്രോ തുരുത്ത് എന്ന് പറയാം. ഇവിടെ എല്ലാം ചെറിയ ഇതുപോലത്തെ ഇതൊക്കെ ഉണ്ട്. ഒരുമാതിരി നമ്മൾ റിസോർട്ട് പോലെയൊക്കെ ഉണ്ടാകുമ്പോൾ ഓക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാം വെള്ളമാണ്. മൺട്രോ തുരുത്ത് എഴുതുന്നുണ്ട്. കണ്ടൽ കാടുകളുണ്ട്, കണ്ടൽ ചെടികളൊക്കെ, കണ്ടൽ ചെടിയുടെ വീടുകളൊക്കെ ഉണ്ട് പരസ്പരം. അതായത് ഓരോ ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമായി മൺട്രോ തുരുത്ത്. അതുണ്ടത് അവിടെ ഒരു വീട് വയ്ക്കുന്നത് കേട്ടോ. ആ വീടതേ ഒരുമാതിരി വെള്ളത്തിൻ്റെ വീട്, ഈ വെള്ളത്തിൻ്റെ നടുക്ക വീടല്ല. അതെ, മൺട്രോ തുരുത്ത് അതെ കാണാൻ പറ്റും. അതെ അതെ ഇവിടെ റിസോർട്ടൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? റിസോർട്ട് അതുപോലെ ഫിഷിങ്ങും അതുപോലെ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇതല്ലേ കായൽ വരുന്നുണ്ട്. ഇത് ഏത് കായലാണ്? പെരുമൺ കായൽ. അതെ ഓ, നമ്മുടെ കായലുണ്ടോ? എല്ലാം കായലാണ്. ഇത് ശാസ്താംകോട്ട കായലാന്ന് തോന്നുന്നു. ശാസ്താംകോട്ട കായല. അതെ. ഇത് പെരുമണ്ണാണോ? അത് പെരുമണ്ണാ? അതെന്തോ ഇത്? അറിയാവോ? പെരിനാട് കേട്ടോ. പെരിനാട് ചെറിയ സ്റ്റേഷനാണ് പെരിനാട്. നമ്മുടെ അങ്ങനെ ചെറിയ സ്റ്റേഷൻ മനസ്സിലായോ? എങ്കിലും അല്ല, ഈ ചെറിയ സ്റ്റേഷൻ ഇവിടെ നിർത്താറില്ല. എന്നാലും ഈ ചെറിയ സ്റ്റേഷനാണ് ഇവിടെ സ്റ്റേഷൻ. എന്തായാലും നമ്മൾ കൊല്ലം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കൊല്ലം ജംഗ്ഷനിൽ വണ്ടി നിർത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് അത്, കൊല്ലം ജംഗ്ഷൻ. ഇവിടുന്ന് ഇപ്പോൾ കുറേ ആളുകൾ കയറും. വണ്ടി ഇഷ്ടംപോലെ ആളുകളുണ്ട് ഉണ്ടോ. ഇരിക്കാനൊക്കെ നല്ല സീറ്റാണ്. ഞാൻ എന്തായാലും എൻ്റെ സീറ്റൊക്കെ ഉണ്ട് സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ്. കൊല്ലം ജംഗ്ഷൻ ഇപ്പോൾ ഒത്തിരി പുരോഗമനമായിട്ടുണ്ട് മൊത്തത്തിൽ. ഇവിടുത്തെ എല്ലാ ഡെവലപ്മെൻറ്റും വരുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ കൊല്ലം ജംഗ്ഷനാണ്. ഒത്തിരി അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കിട്ടുന്നുണ്ട്. ഉണ്ടോ, നമ്മുടെ പ്ലാറ്റ്ഫോം തന്നെ ആയാലും എത്ര വൃത്തിയായിട്ടാണ്. ഓക്കെ ഉണ്ടോ, അപ്പുറത്തുമുണ്ട് പ്ലാറ്റ്ഫോം. എന്തായാലും ട്രെയിനൊക്കെ കണ്ട് ഞാനിങ്ങനെ ഇരിക്കുക. കുറച്ച് നേരം ഇവിടെ ഇരിക്കണം.
4 മണിയാകുമ്പോൾ നമ്മൾ തെങ്കാശിയിൽ എത്തുമായിരിക്കും. അതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. കൊല്ലം ജംഗ്ഷനായപ്പോൾ പലരും ഇവിടെ ഇറങ്ങി. ഞാനും അച്ഛനും ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇത് മൊത്തവും ആളുകളെല്ലാം ഇറങ്ങി പോയിട്ടുണ്ട്. ഞാൻ മാത്രം ഞങ്ങളിങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് രസമായിട്ടിരിക്കുക. നല്ല കാറ്റുണ്ട് ഇവിടെ, കാറ്റൊക്കെ കൊണ്ടിരിക്കുക. എന്തായാലും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമ്മളിനി കൊല്ലം ജംഗ്ഷൻ ഇനി പുനലൂർ വഴി തെങ്കാശിയിലോട്ട് 5 മണിക്കൂർ യാത്ര ഉണ്ടെന്ന്. 5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മളവിടെ എത്തും. എന്തായാലും വെയിറ്റ് ചെയ്യാം, എന്തായാലും നോക്കാം. വാഷ്റൂമൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ട്രെയിനിൻ്റെ വാഷ്റൂം ഇങ്ങനെയുണ്ട്. അത്ര വൃത്തിയൊന്നുമില്ല ഇവിടുത്തെ വാഷ്റൂമിൽ, കണ്ടോ? മറ്റേത് 2 വാഷ്റൂമുണ്ട്. ഒന്നും ടോയ്ലറ്റിൻ്റെ ഗേൾസിൻ്റെ ആണോ അറിയത്തില്ല. കൊല്ലം സ്റ്റേഷനിൽ ഞാൻ ഇങ്ങനെ നിൽക്കുക. നല്ല കാഴ്ചയൊക്കെയാണ് കണ്ടോണ്ട്. ഇവിടെ ഒരു ട്രെയിൻ കിടക്കുന്നു. ഒരാളില്ല. കൊല്ലം ജംഗ്ഷൻ എത്തിയാണ് കണ്ടോ ട്രെയിനകത്ത്. വേറെ വല്ല ട്രെയിനും ആണെങ്കിൽ ഇഷ്ടംപോലെ ആളുകളായിരിക്കും ഇവിടെ മൊത്തം. ഇവിടെ കുറച്ച് ആളുകൾ കണ്ടോ. നമുക്ക് ഇരിക്കാനൊക്കെ സീറ്റുണ്ട്. മറ്റേത് വേറെ ട്രെയിനൊക്കെ വരുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ ആളെ ഇടിച്ച് കയറിയിരിക്കും. നമ്മൾ ഇരിക്കാൻ പോലും സ്ഥലം കിട്ടത്തില്ല. പക്ഷേ ഇവിടെ നോക്കി എത്ര നമുക്ക് ഇരുന്നും കിടന്നു നോക്കാൻ പോകാൻ പറ്റും. നല്ലൊരു കമ്പാർട്ട്മെൻറ്റ്, നല്ലൊരു ട്രെയിനാണ് മധുര എക്സ്പ്രസ് എന്ന് പറയുന്നത്. നോക്കി കൊല്ലത്തുനിന്ന് ഞങ്ങൾ ട്രെയിൻ ഇങ്ങനെ ബാക്കിലോട്ടാണ് പോകുന്നത്. റിവേഴ്സ് എടുത്താൽ പോകുന്നത് കണ്ടോ. ഞാൻ റിവേഴ്സ് ചെയ്ത് പോകാം. അടുത്തുള്ള ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ. അത് AC 3 ടയേഴ്സ്. അച്ഛൻ AC കയറിയിട്ടില്ലേ? ഇല്ലല്ലേ? നല്ല രസമാണ് കയറണം കേട്ടോ. ഇവിടെ പോകുന്നുണ്ടോ? നമ്മളെപ്പോലെ തന്നെ നമ്മൾ റിവേഴ്സ് എടുത്താണ് പോകുന്നത്. അത് നല്ല സ്പീഡിലാണ് പോകുന്നത്. ഏത് വണ്ടിയാണ് പോകുന്നത്? നമ്മൾ റിവേഴ്സ് എടുത്താൽ കൊല്ലത്തുനിന്ന് റിവേഴ്സ് എടുത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ. എന്തായാലും ട്രെയിൻ പുനലൂർ വഴിയല്ലേ പോകുന്നത്. അപ്പോൾ അതായിരിക്കും മിക്കവാറും. എന്തായാലും നമുക്ക് യാത്ര തുടരാം. ഞങ്ങൾ സീറ്റ് മാറി ഇപ്പോൾ വന്ന് ഞാൻ വെച്ചോണ്ട് ഇവിടെ നേരെ പോകുന്നതല്ലേ. അച്ഛനൊക്കെ ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ റിവേഴ്സ് എടുത്ത് പോകുന്ന കാരണം ഞങ്ങൾക്കൊരു അച്ഛനും അസ്വസ്ഥത. അതുകൊണ്ട് അച്ഛനും ചെയ്തെന്ന് പറയും. അവിടുന്ന് മാറി ഇങ്ങോട്ട് വന്നില്ല. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കങ്ങനെ പോകും. കിളിക്കൊല്ലൂർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ, ചെറിയ സ്റ്റേഷൻ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ നമ്മുടെ വണ്ടി പെയ്യെ. ഇത് കൊല്ലത്ത് നിന്ന് കിളിക്കല്ലൂർ റോഡ്. കൊല്ലത്ത് ചെന്നിട്ടായി വണ്ടി പുനലൂരിലോട്ട് പോകുന്നത്. പുനലൂർ വഴിയാണ് നമ്മൾ തെങ്കാശി, മധുര അങ്ങനെയുള്ള സ്ഥലത്തോട്ട് പോകുന്നത്. ഇത് തമിഴ്നാട്ടിൽ പോകുന്ന വണ്ടിയാണ്ട് അങ്ങനെ ആയിരിക്കും പോകുന്നത്. എന്തായാലും ഞാൻ കിളിക്കൊല്ലൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ചെറിയ സ്റ്റേഷൻ അതല്ല. എന്തായാലും ഈ സ്റ്റേഷനിലെല്ലാം കണ്ടോ ഇവിടുത്തെ പ്ലാറ്റ്ഫോമൊക്കെ. ഇവിടുത്തെ റെയിൽവേ മൊത്തത്തിൽ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഇതെല്ലാം ഫെസിലിറ്റീസ് എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. എന്തായാലും കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ. ഒരു ചെറിയ സ്റ്റേഷൻ പോലെ എത്ര മനോഹരമായിട്ടാണ് അവരിരിക്കുന്നത്. പിന്നെ നമ്മളാണ് ഇവിടെ എല്ലാം ഈ ഇതുപോലത്തെ കുപ്പിയും പ്ലാസ്റ്റിക് കുപ്പിയും മറ്റേതും എല്ലാം ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ പരമാവധി റെയിൽവേ സംരക്ഷിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. ഇവിടെ വേസ്റ്റുകളൊന്നും ഇടാതെ ഏറ്റവും മനോഹരമായിട്ട് സംരക്ഷിക്കേണ്ടത്. അതെ, ചിലവ് കുറഞ്ഞ യാത്ര ചെയ്യാൻ ഏറ്റവും വലിയൊരു അതെ ഒരു സംവിധാനമാണ് ഇന്ത്യയിലെല്ലാം. കടമ അത് അല്ല. ഇപ്പം ഫ്ലൈറ്റ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സാധാരണക്കാരനെന്ന് പറയുമ്പോഴത്തേക്ക് അവന് ഏറ്റവും ബഡ്ജറ്റ് കുറച്ച് അല്ലെങ്കിൽ ഏറ്റവും എക്സ്പെൻസ് കുറച്ച് ഇത് 60 രൂപയ്ക്ക് നമ്മൾ തെങ്കാശി വരെ 60 രൂപയാണ് പോകുന്നത്. ബസ്സിൽ പോയാൽ 500 രൂപ എന്നെടുത്ത് 600 രൂപയ്ക്ക് നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ നമ്മളപ്പോൾ ഇന്ത്യൻ റെയിൽവേ നമ്മൾ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും കൂടെ. ഇന്ത്യൻ റെയിൽവേ ഉള്ളത് കൊണ്ടാണ് നമുക്കിതുപോലെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ കുപ്പിയും വേസ്റ്റുകളൊന്നും ഇടാതെ, അതുപോലെ തന്നെ ഇവിടുത്തെ വാഷ്റൂമൊന്നും നശിപ്പിക്കാതെ, പിന്നെ ഇങ്ങനെ ട്രെയിനൊക്കെ ഇങ്ങനെ വൃത്തികേടാക്കാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. മനസ്സിലായില്ലേ? അത് നമ്മുടെ ഓരോ പൗരന്മാരുടെയും രീതിയാണ് നമുക്ക് പറയാം. പോകുന്നത് ചന്ദനത്തോപ്പ് IT അറിയോ? കൊല്ലം ചന്ദനത്തോപ്പ് IT വഴിയാണ്. അവിടെ എന്തോ ഓണാഘോഷം നടക്കുവാന്ന് തോന്നുന്നു. ഇതുണ്ടോ നമുക്കിവിടെ നിന്ന് കാണാം ട്രെയിനകത്ത് നിന്ന് ഡാൻസ് കളിക്കുന്നത് വെച്ചിട്ട് ഓണാഘോഷത്തിൽ. ഓണാഘോഷം തരാം കേട്ടോ.
എന്തായാലും ഓണാഘോഷമൊക്കെ അടിപൊളി, എല്ലായിടത്തും ഓണാഘോഷമാണല്ലോ. ഓണമായിട്ടൊക്കെ എങ്ങനെയുണ്ട് എൻ്റെ ജീവിതമൊക്കെ? സുഖമായിട്ട് പോകുന്നു? ഓണമൊക്കെ ആഘോഷിക്കുന്നുണ്ടോ എല്ലാവരും? ടൂറൊക്കെ പോകുന്നുണ്ടോ? ഓണം കഴിഞ്ഞ് തിരുവോണം കഴിഞ്ഞാണ് എല്ലാവരും ടൂറിന് പോകുന്നത് അല്ലേ? ഇനിയിൽ ഇവിടെ കമ്പാർട്ട്മെൻറ്റിലധികം ആളുകളില്ല, അവിടെ എല്ലാം കുറച്ച് ആളുകൾ ഉണ്ട്. അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റിയ ആളുകൾ കുറച്ച് ആളുകൾ. ഈ ട്രെയിൻ അങ്ങനെ അധികം ആളുകളൊന്നും കാണത്തില്ല ട്രെയിനകത്ത്. ഇങ്ങനെ എന്തെങ്കിലും തെങ്കാശിയിലോട്ട് പോകാൻ, തെങ്കാശിയിലൊക്കെ ആകുമ്പോഴും വല്ലതും കയറുമായിരിക്കും, അല്ലാതെ ഇവിടുന്ന് അധികം ആളൊന്നും ഇങ്ങനെ കയറി ഞാൻ കണ്ടില്ല. അപ്പോൾ എന്തായാലും ട്രെയിൻ യാത്രയൊക്കെ നമുക്കൊരു വലിയ എക്സ്പീരിയൻസ് ആണ് തരുന്നത്. എന്തായാലും ആ എക്സ്പീരിയൻസ് കണ്ട് ഞാനിങ്ങനെ യാത്രയും കണ്ട് ഇങ്ങനെ ഇരിക്കുക. അടിപൊളിയാണ്. ഇപ്പം നമ്മൾ കുണ്ട്രയായിട്ടുണ്ട്. കുണ്ട്ര സ്റ്റേഷൻ ഉണ്ടോ? കുണ്ട്ര സ്റ്റേഷനിൽ നിന്നാണ്. അപ്പോൾ ഇനി വണ്ടി ഇവിടെ നിർത്തുമെന്ന് അറിയില്ല. ചെറിയൊരു സ്റ്റേഷനാണ്, കുണ്ട്ര സ്റ്റേഷനിലൂടെ നമ്മൾ കടന്നു പോകും. ഞാൻ കുണ്ട്ര സ്റ്റേഷനിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. പണ്ട് കേട്ടിട്ടേ ഉള്ളൂ സ്ഥലം, അല്ല കുണ്ട്ര സ്റ്റേഷൻ കണ്ടിട്ടില്ല. എന്തായാലും കുണ്ട്ര സ്റ്റേഷനിലൂടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്റ്റേഷൻ. പൊതുവേ ഇപ്പോൾ ഇവിടെ എല്ലാം നവീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ എടുത്തു പറയണ്ടേ, ഒരു അടിപൊളി സ്റ്റേഷൻ തന്നെ ഉണ്ട്. വണ്ടി നിർത്തുമെന്ന് തോന്നുന്നു. ഇവിടുന്ന് ആളുകളുണ്ടെന്ന് കേട്ടോ. കുണ്ട്രയ്ക്കാണ് ഇതാ കുണ്ട്ര സ്റ്റേഷൻ. കുണ്ട്ര സ്റ്റേഷനിൽ ആളുകൾ കയറുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാം ഫില്ലാവുമായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ ഇവിടെ എല്ലാ ആളുകൾ കയറും. നമുക്കിവിടെ എല്ലാം കണ്ടോണ്ടിരിക്കാം. എന്നൊക്കെ ആൾ കയറി വന്നിട്ട് നമ്മൾ കുണ്ട്ര സ്റ്റേഷനെ നിർത്തി ഇറങ്ങാൻ സമയം കിടത്തില്ല. എന്തായാലും കുണ്ട്ര സ്റ്റേഷനാണ്. നമ്മൾ കുണ്ട്ര ഈസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാം ഓണാഘോഷം നടക്കുവാന്ന് തോന്നുന്നു. മൊത്തത്തിൽ കണ്ട് കുണ്ട്ര ഈസ്റ്റിലോട്ട് പോയി. ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ, കുണ്ട്ര പള്ളിയാന്ന് തോന്നുന്നു. കുണ്ട്ര ഈസ്റ്റിലുള്ള പള്ളിയാണ്. മറ്റേ കുണ്ട്ര ഉണ്ട്, കുണ്ട്ര ഈസ്റ്റ് ആയത്. ഇതൊരു പള്ളിയുണ്ട് ഇവിടെ. പള്ളിയുടെ പേരെന്താന്ന്, സലീമോ മാർത്തോമ ചർച്ചാണിത്. ഷാലോം മാർത്തോമ ചർച്ച്, ഷാലോം തർത്തോമ ചർച്ച്. അതെ വലിയൊരു പള്ളി അല്ലേ അത്? ഇതെല്ലാം ചേട്ടന്മാരെല്ലാം നിർത്തിയിട്ടുണ്ട് കണ്ടോ. നമ്മൾ ട്രെയിൻ പോയിട്ട് വേണം അവർക്കെല്ലാം ഇവിടുന്ന് പോകാൻ വേണ്ടി. എന്തായാലും ഇവിടെ പള്ളിയുണ്ട്, പള്ളിയൊക്കെ കണ്ട് അടിപൊളിയായിട്ടിരിക്കുക. അതെല്ലാവരും കാത്തിക്കൊണ്ട് ഉണ്ടോ. ഇപ്പം വെച്ച പള്ളിയായിരിക്കും അല്ലേ ഇത്? ഏഴുകോൺ സ്റ്റേഷനിലെത്തി. ഏഴുകോൺ, ഇതാണ് ഏഴുകോൺ എന്ന് പറയുന്നത്. ഞാനെന്തായാലും ഏഴുകോൺ സ്റ്റേഷൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത് ഏഴുകോൺ. എനിക്കിനി ബാക്കിയുള്ള സ്റ്റേഷനൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഏഴുകോൺ സ്റ്റേഷനിലൂടെയാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ സ്റ്റേഷനെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഓരോ സ്റ്റേഷനിലൂടെയാണ് നമ്മുടെ ഈ വണ്ടി ഇങ്ങനെ പോകുന്നത്, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി. അല്ല വേറൊന്നുമല്ല, നിങ്ങൾക്ക് മടുപ്പാകുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്തായാലും ഞാൻ ജസ്റ്റ് ഈ ഏഴുകോൺ സ്റ്റേഷനിൽ ഇപ്പോൾ നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഈ വണ്ടി ഇങ്ങനെ നിർത്തി വരുമ്പോഴത്തേക്കും കുറേ ടൈമാകും, 4 മണിയാകും. ഇവിടെ എല്ലാം വർക്കേഴ്സും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. കഷ്ടമുണ്ട്. അവരെല്ലാം ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്താണ്ടോ, അവർ കുടുംബം പോറ്റാൻ വേണ്ടി. എല്ലാവരും കുടുംബം സംരക്ഷിക്കാൻ വേണ്ടിയാണല്ലോ വർക്ക് ചെയ്യുന്നത്. എന്തായാലും കണ്ടോ, ഏഴുകോണിൻ്റെ എല്ലാ സ്റ്റേഷനും അടിപൊളിയാക്കുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേ എടുത്ത് പറഞ്ഞ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്റ്റേഷൻ എല്ലാം അടിപൊളിയാക്കി അവർ സംരക്ഷിക്കുന്നുണ്ട്. നമ്മളായിട്ട് തന്നെ അത് കുളവാക്കാതിരിക്കുക. കണ്ടോ, നമ്മുടെ രാജ്യം ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ രാജ്യം വളരുമ്പോഴത്തേക്കും ആ രാജ്യത്തിനൊപ്പം നിന്ന് ആ രാജ്യത്തെ വളർത്തേണ്ടത് നമ്മുടെ കടമ. അവിടെ എന്ത് കാടൊക്കെയാണ് തോന്നുന്നു ആ ഭാഗത്ത് കണ്ടോ. എന്തായാലും വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. കാപ്പിയും പച്ചപ്പൊക്കെ കണ്ട് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇത്ര മനോഹരമായിട്ടാണ് നോക്കി ട്രെയിൻ പോകുന്നിടത്തൊക്കെ. ഈ യാത്രയെ കാണാൻ തന്നെ ഒരു രസമാണ്. മൊത്തവും പച്ചപ്പാണ്. നമ്മുടെ കേരളത്തിൽ മാത്രം കാണുന്ന ഒരു സുന്ദരമായ ദൃശ്യമാണ് പച്ച. കണ്ടോ, ഇത് കണ്ടാണ് ഞാനിങ്ങനെ യാത്ര ചെയ്യുന്നത്. ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. എന്തായാലും ട്രെയിൻ യാത്ര ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, അച്ഛനുമുണ്ട്. അച്ഛനും ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ യാത്ര ചെയ്തിട്ട് സമാധാനം എന്ന് പറയുമ്പോഴത്തേക്കും കൊട്ടാരക്കര എത്തിയിട്ടുണ്ട്. കൊട്ടാരക്കര സ്റ്റേഷനായി കടന്നു പോകുന്നത്. ചെറിയ സ്റ്റേഷൻ കണ്ടോ.
കൊട്ടാരക്കര സ്റ്റേഷൻ കേട്ടോ. ഇവിടെയും വർക്ക് നടന്നുകൊണ്ടിരിക്കുക സ്റ്റേഷൻ്റെ കേട്ടോ. ഇവിടെ ആളുകളുണ്ടെന്ന് തോന്നുന്നു വണ്ടി കയറാൻ വേണ്ടി. ചെറിയ സ്റ്റേഷനാണ്. ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ വന്ന് കയറാൻ തോന്നും. എനിക്ക് തോന്നുന്നു തെങ്കാശി വരെ എത്തുമ്പോഴത്തേക്കും ഈ വണ്ടി ഫുള്ളാവുമായിരിക്കും. നോക്കാം. ഉണ്ടോ വണ്ടി പെയ്യേ സ്റ്റോപ്പ് ഇഷ്ടംപോലെ ആളുകൾ കയറാനുണ്ട് ഇവിടെ വണ്ടി അത്തോട്ട്. ആളുകളെല്ലാം കയറാൻ പോകും. തമിഴ്നാട്ടിലുള്ള എല്ലാ ആളുകളും ഇവിടെ ഈ വണ്ടി കയറത്തില്ലേ, കേരളത്തിൽ നിന്ന് തന്നെ. അവരെല്ലാം ഈ വണ്ടിയല്ലേ ആശ്രയിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ മനോഹാരിത കേട്ടോ കേട്ടോ. പ്രകൃതി ഭംഗി ഇവിടെ എല്ലാം റബ്ബർ തോട്ടങ്ങളാണ് കേട്ടോ. ഇതെല്ലാം കണ്ടു വേണം നമ്മൾ ഇത് യാത്ര ചെയ്യുന്നത്. ഈ വണ്ടി ഏറ്റവും നല്ലൊരു വർത്താണ്. കാരണം നമുക്ക് എല്ലാം ഇവിടെ ഈ കേരളം കഴിഞ്ഞ് തമിഴ്നാടിൻ്റെ പ്രകൃതി, കേരളത്തിൻ്റെ പ്രകൃതി, ഇതിൻ്റെ നടുകിൽ ബോർഡറിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കേരളം എന്താണ്, തമിഴ്നാട് എന്താണ് നമുക്ക് നല്ലപോലെ മനസ്സിലാക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും യാത്ര ചെയ്യണം അല്ലേ വണ്ടിയിൽ തന്നെ. എല്ലാ ദിവസവും 10:50 ഈ വണ്ടി കരുനാഗപ്പള്ളിയിൽ നിന്ന് പിന്നെ കൊല്ലത്ത് മെയിൻ സ്റ്റേഷനിൽ കൊല്ലത്തെത്തിയിട്ട് അവിടുന്ന് പിന്നെ പുനലൂർ വഴിയാണ് നമ്മൾ പോകുന്നത്. എന്തായാലും യാത്ര കണ്ടിട്ട് ഞാനിങ്ങനെ പോവുകയാണ്. നല്ലൊരു രസമുണ്ട്. ഞാനിങ്ങനെ ഭയങ്കര സന്തോഷമില്ല ഈ യാത്രയൊക്കെ കണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ മനസ്സൊക്കെ സന്തോഷമാണ്. അപ്പോൾ അതെല്ലാം കണ്ട് ഞാനിങ്ങനെ യാത്ര ചെയ്യണം കേട്ടോ. ഇവിടെ എല്ലാം റബ്ബർ തോട്ടങ്ങളാണ് കണ്ടോ. റബ്ബർ ഉണ്ടോ. റബ്ബർ മരങ്ങളെല്ലാം അതെ റബ്ബർ മരങ്ങളെല്ലാം ഓക്കെ. എന്ത് മനോഹര മനുഷ്യ കണ്ടോ. നമ്മൾ ഏതോ സ്റ്റേഷനിലോട്ടായെന്ന് തോന്നുന്നു. വണ്ടി സ്ലോ ആയിട്ടുണ്ട്. ഏത് സ്റ്റേഷനാണെന്ന് പറയാൻ വെയിറ്റിംഗ്. നമ്മൾ അടുത്ത് വന്നിരിക്കുന്ന സ്റ്റേഷനിൽ ഏതാണെന്നറിയോ? പൂരി എന്ന് പറയുന്ന സ്റ്റേഷനാണ്. പൂരി ഞാൻ ആദ്യമായിട്ട് ഈ സ്റ്റേഷൻ കയറുന്നത്. പൂരി എന്ന് പറയുന്ന സ്റ്റേഷൻ എല്ലാം ആദ്യമായിട്ട്. പക്ഷേ ഈ പേര് കേൾക്കുന്ന പൂരി പേര് കേട്ടോ. ഓരോ സ്ഥലപ്പേര് കേൾക്കുമ്പോഴേ നമുക്ക് തന്നെ കേട്ടത്. ഇവിടെ ഈ സ്റ്റേഷനിലൊന്നും ആരുമില്ല. ഇവിടെ അത്ര ഡെവലപ്മെൻറ്റ് ഇല്ല. എന്നാലും കുഴപ്പമില്ല. ഒരു ചെറിയ സ്റ്റേഷനാണ് കൂരി കേട്ടോ. ഇതാണ് കൂരി കേട്ടോ. കൂരി ആ. ഇത് നമ്മൾ കൂരി സ്റ്റേഷനിൽ എടുത്തെത്തിയിട്ട് കൂരി സ്റ്റേഷൻ നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ വാഴത്തോട്ടം കേട്ടോ. ഇവിടെ വാഴ കൃഷിയുണ്ട് ഇവിടെ കേട്ടോ. ആ വാഴ കൃഷി ഇതെല്ലാം വാഴ കൃഷി എല്ലാം കണ്ടോട്ടെ നമ്മുടെ ട്രെയിൻ യാത്ര കേട്ടോ. താഴെയും എല്ലാം ഉണ്ട്. വാഴയും കപ്പയൊക്കെയാണ്. കപ്പയെല്ലാം കപ്പ കൃഷിയെല്ലാം അതെല്ലാം കണ്ടത് നമ്മുടെ യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്ന് പറയുന്ന സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ആവണീശ്വരം. ഇതൊക്കെ സബ് സ്റ്റേഷനുകളാണ്. ആവണീശ്വരം എന്ന് പറയുന്നത് ഈ ആവണീശ്വരം സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ എത്തിയത്. ആവണീശ്വരം എന്ന് പറയുന്നത് തമിഴ്നാടാണോ ആണോ? ആവണീശ്വരം എന്ന സ്റ്റേഷനിലാണ് നമ്മൾ എത്തിയത്. ആവണീശ്വരം അതെ ആവണീശ്വരം ഉണ്ടോ സ്റ്റേഷൻ കഴിഞ്ഞ്. എനിക്ക് ആവണീശ്വരം സ്റ്റേഷൻ കഴിഞ്ഞാൽ ബോർഡറാണെന്ന് തോന്നുന്നു. ആവണീശ്വരം ആവണീശ്വരം എനിക്കത് ബോർഡറാണ് ബോർഡർ. ഇതെല്ലാം ആളുകൾ ഇവിടെ നിന്ന് ആളുകൾ കയറുമായിരിക്കും. ഇത് കണ്ടോ ആവണീശ്വരം ക്ഷേത്രത്തിൽ സ്റ്റേഷനുകളെല്ലാം ഉണ്ടോ. എത്ര മനോഹരം. എല്ലാ സ്റ്റേഷനും അടിപൊളിയാക്കിയിട്ടുണ്ട് ഉണ്ടോ. എല്ലാം ഇവിടെ വേസ്റ്റുകൾ അതെല്ലാം വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എന്തായാലും ആവണീശ്വര ക്ഷേത്രത്തിലാണ് ആവണീശ്വര സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പുനലൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇനി പുനലൂർ വഴിയാണ് നമ്മൾ പോകുന്നത്. പുനലൂർ വഴി നമ്മൾ തെങ്കാശിയിലോട്ടും മധുരയിലോട്ടൊക്കെ പോകാൻ പറ്റുന്ന ഈ ട്രെയിൻ പോകുന്നത്. പുനലൂർ വഴി പോകുമ്പോഴത്തേക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ നമ്മൾ പുനലൂർ സ്റ്റേഷനിലോട്ട് സ്റ്റോപ്പ് നിർത്തിയിട്ടുണ്ട് ഉണ്ടോ. ഇവിടെ എല്ലാം ഏത് ലോക്കാന്ന് ഇത് മധുര പുനലൂറാണ്. ഇതും മധുര പുനലൂറാണ് കണ്ടോ. എന്തായാലും നമ്മൾ അടുത്ത കാഴ്ച ഈ സ്റ്റേഷനിലെ കാഴ്ച കണ്ട് ഇങ്ങനെ നിൽക്കുക. എവിടെ സ്റ്റേഷൻ യാത്രക്കാരെല്ലാം കയറിയിട്ടുണ്ട്. പാസഞ്ചേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബോഗി മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഫില്ലായിട്ടുണ്ട്. ഞാനെന്തായാലും ഇവിടെ കുറച്ച് പേര് ഇറങ്ങുന്നുണ്ട് പുനലൂർ ഉണ്ടോ. പുനലൂർ സ്റ്റേഷൻ കുറച്ച് വലുതാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇതെല്ലാം സ്റ്റാഫും എല്ലാവരും ഉണ്ട്.
ഇവിടെ നല്ല ഇഷ്ടംപോലെ ആളുകൾ. എല്ലാവരും ഇപ്പോൾ കയറാൻ വേണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുക. ഇല്ലല്ലോ ഒന്നും വേണ്ട. ഞാൻ ബിസ്ക്കറ്റ്, അച്ഛൻ ചോദിക്കും ബിസ്ക്കറ്റ് വല്ലതും വേണോ, ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല, കുറച്ച് കഴിയട്ടെ. എനിക്ക് കപ്പലണ്ടി മിഠായും വെള്ളവും മിനറൽ വാട്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ടോ? ഞങ്ങളതിൽ കപ്പലണ്ടി മിഠായും മിനറൽ വാട്ടർ കൂടെ കഴിക്കാൻ പോകും. നമ്മൾ ഡയറ്റ് ചെയ്ത് പോകുന്ന അവിടെ മനസ്സിലായോ? ഡയറ്റ് എന്ന് പറയുന്നത് കപ്പലണ്ടി മിഠായും പിന്നെ വെള്ളം മാത്രം കഴിച്ചിട്ട് ഡയറ്റ് ചെയ്ത് പോകും. എന്തായാലും ഞാൻ കപ്പലണ്ടി മിഠായി കഴിക്കാം. ഇടപെടൽ കഴിക്കാം. കൊള്ളാം കേട്ടോ. പുനലൂർ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ വണ്ടി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ? എന്തോ വലിയ സ്റ്റേഷനാണ് പുനലൂർ. കണ്ടോ? ഈ പുനലൂരിൽ നിന്നായിരിക്കും തമിഴ്നാട്ടിലോട്ടൊക്കെ പോകുന്നത്. ചെങ്കോട്ട, പുനലൂർ, ചെങ്കോട്ട ആ ഭാഗത്തോട്ടൊക്കെ പോകുന്നത്. പുനലൂർ വന്നിട്ട് കണ്ടോ? പുനലൂർ TS കണ്ടോ? ഒരു പള്ളിയൊക്കെ ഉണ്ട്. ക്രിസ്ത്യൻ പള്ളിയുണ്ട് കേട്ടോ. നമ്മളിനി പോകുന്നത് കല്ലട നദിയിലാണ്. കല്ലട നദി, ഇത് കല്ലട നദിയാണ് കേട്ടോ. കല്ലട നദി ഉണ്ട്. ഉണ്ടോ? കല്ലടയാണ്, കല്ലട സ്ഥലമാണ്. ചെങ്കോട്ട ആ ഭാഗത്തൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ അവിടുത്തെ കാഴ്ചയൊക്കെ. അപ്പോഴത്തേക്കും മനോഹരമായ കാഴ്ചകളും കണ്ടിങ്ങനെ കാഴ്ചയെല്ലാം കണ്ട് ഞാനിങ്ങനെ നിൽക്കുക. മനോഹരമായ കാഴ്ചകളും മനോഹരമായ യാത്ര എല്ലാം കണ്ട് ഞാൻ ഇങ്ങനെ സന്തോഷത്തോടെ 4 മണിയാകും. നമ്മളൊരു അപകടത്തിൻ്റെ സ്ഥലമാണ് ഇരിക്കുന്നത്. സൂക്ഷിച്ച് കണ്ടെത്തിയിട്ട് ഒരുപാട് മലയാളം മെയിൻ കാരണം റോഡ് ചിലവ് പെട്ടെന്ന് നമ്മൾ ഓർക്കാതെ നമ്മൾ അടിക്കും. നമ്മൾ തിരച്ചു പോയി ഇതൊക്കെ നമ്മൾ നോക്കണ്ടേ. അല്ല നമ്മൾ അങ്ങോട്ട് മ്യൂസിക് തന്നെ ഉണ്ട്. മനോഹരമായ ദൃശ്യങ്ങളുണ്ട്. എവിടെ കുഞ്ഞിൻ്റെ പോയി കാണാം. നമ്മുടെ വീട് നിൽക്കുന്നുണ്ടോ? ഏറ്റവും ഇതിൻ്റെ മണ്ട വീടാണോ എസ്റ്റേറ്റ് ആണോ എന്നറിയത്തില്ല. അതുണ്ടോ? കുന്നും മലയൊക്കെ കണ്ടോ? നമ്മുടെ അടുത്തെടുത്തിരിക്കുന്ന സ്റ്റേഷൻ ഏതാണെന്നറിയോ? എടമൺ എന്ന് പറയും. എടമൺ ഒരു ചെറിയ സ്റ്റേഷനായത് എടമൺ എന്ന് പറയുന്നത്. കണ്ടോ? എടമൺ സ്റ്റേഷനിലോട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ വണ്ടി എടമൺ സ്റ്റേഷനിൽ ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരുപാട് ആളുകൾ കയറുന്നുണ്ട്. അവിടെ ഒരു വലിയ മലയൊക്കെ ഉണ്ട്. എടമണിൻ്റെ ഉണ്ടോ? മല, നല്ലൊരു മല. അവിടെ നിന്ന് കണ്ടോ? വ്യൂ ഉണ്ടോ? അടിപൊളി ഒരു മലയുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ എടമൺ സ്റ്റേഷൻ്റെ അടുത്തൂടെയാണ് നമ്മൾ വണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റേഷനൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയും ആദ്യമായിട്ട് കേൾക്കുകയും ചെയ്യും. സത്യത്തിൽ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് തന്നെ. എന്തായാലും നിങ്ങൾ കണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ എടമൺ സ്റ്റേഷനെ കുറിച്ച് അറിയുന്നവർ. ഞാൻ ഈ റൂട്ട് ആദ്യമായിട്ടാണ് ഈ റൂട്ടിലെ വരുന്നത്. ഫസ്റ്റ് ഇതിന് മുമ്പേ വന്നിട്ടില്ല. എന്തായാലും എടമൺ റൂട്ടിലൂടെ നമുക്ക് പോകാം. ഇവിടെ സ്റ്റേഷൻ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ.
എല്ലായിടത്തും സ്റ്റേഷൻ അടിപൊളിയാക്കുന്നുണ്ട്. എല്ലാം ഇത്രയും ഒരു ഡെഡിക്കേറ്റഡ്. പണ്ട് ഒരു സ്റ്റേഷന് രണ്ട് കസേരയും 2 ഇതുമായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റേഷനിൽ നിന്ന് എന്തെല്ലാം ഡെവലപ്മെൻറ്റ്, എത്ര രൂപയാണെന്ന് തോന്നുന്നു സ്റ്റേഷന് വേണ്ടി. ഇത് അവിടെ നോക്കിയാൽ അടിപൊളി ഒരു ഉണ്ടോ ഈ മല ഉണ്ടോ, എന്ത് മനോഹരമായ ദൃശ്യമാണ് നോക്കിയത്. ഓ ആ മലയുടെ എൻ്റെ അറ്റം കണ്ടോ, ഇത് കേട്ടോ, കാണുമ്പോൾ തന്നെ ഒരു വലിയ സുന്ദരമായ സ്ഥലമാണ് ആ മല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടോ. അവിടെ ഒരു എന്തൊരു മലയുണ്ട് കേട്ടോ അവിടെ. അപ്പം നമ്മളെന്തായാലും സ്റ്റേഷൻ്റെ കാഴ്ചകളും കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇടമണ്ണിൽ നിന്നിങ്ങനെ നമ്മുടെ ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയുണ്ടോ. ആ മലയൊക്കെ മറികടന്ന് നമ്മുടെ ട്രെയിൻ ഇതായി ഇവിടെ കൂടെ ഇടമണ്ണി കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ വലിയൊരു മലയുണ്ടോ, മല കണ്ടോ. അവിടെ കുഞ്ഞാവും ഞങ്ങളോട്ട് ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ട്രെയിനിൽ കേട്ടോ ഞങ്ങളെ കണ്ടിട്ട് ആകാംക്ഷയോടെ നോക്കിയോട്ട് ചിരിച്ചോണ്ടിരിക്കുക കേട്ടോ. അതെ ഭയങ്കര സന്തോഷം. അതെ ഉണ്ടോ ഉണ്ടോ ഞങ്ങളുടെ ചിരി കേട്ടോ. ഇവിടെ മനോഹരമായ ഒരു കാഴ്ചയുണ്ട് കേട്ടോ. അതെ മലയും നദിയും, നദിയാണ്, ചെറിയൊരു നദിയാണ്, അരുവിയാണ് കേട്ടോ. മല ഉണ്ടോ, മലയും നല്ല രസമാണ്. ഞാനെന്തായാലും എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് കണ്ടോ. ഇവിടെ മനോഹരമായ കാഴ്ചകളുണ്ട് കാണുമ്പോൾ തന്നെ കേട്ടോ. ഇത് മലയും, ഇത് നല്ല മലയും നമ്മുടെ കണ്ടോ. വ്യൂ ഒക്കെ നോക്കി കാണുമ്പോൾ തന്നെ ഒരു രസമാണ്. അതെ ഇവിടെ എല്ലാം നല്ല പച്ചപ്പാണ്. അവിടെ നല്ലൊരു വ്യൂ ആണ്. അതെ കണ്ടോ അവിടെ നല്ല മല. അവിടെ മലയുടെ മണ്ടയ്ക്ക് ഒരു വീടാണോ എന്തോ എന്നറിയില്ല, ഒരു എന്തോ നിൽക്കുന്നു, ഒരു പള്ളിയായിരിക്കും ചിലപ്പോൾ. വേണ്ടത് അവിടെയും പള്ളിയുണ്ട്. ഇവിടെ എല്ലാം പള്ളികളുണ്ട് ഈ മലയുടെ മണ്ടയ്ക്ക്. ഈ പള്ളികളൊക്കെ വയ്ക്കുന്ന മലയുടെ മണ്ടയ്ക്ക്, പള്ളിയും ആരാധനാലയം അതിൻ്റെ അല്ലേ അല്ലേ. അതെന്തായിരിക്കും, വെള്ളം കയറാതിരിക്കാനാണോ അതോ പിന്നെ അട്രാക്റ്റ് ചെയ്യാനാണോ ആളുകൾ? ആണല്ലേ. എന്തായാലും ഞാൻ ഈ കാഴ്ച കണ്ട് ഇങ്ങനെ മനോഹരമായിട്ടിരിക്കുക. നല്ല പെയ്യ, നമ്മുടെ വണ്ടി പോകുന്ന പെയ്യാണ് കേട്ടോ. കുറച്ചുകൂടെ പൊക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കുന്നുണ്ട്. നോക്കി അവിടെ നോക്കി എന്ത് മനോഹരമായ വ്യൂ. അതെ അടിപൊളി വ്യൂസ് കണ്ടോ. അതൊക്കെ കണ്ടില്ലെങ്കിൽ എന്തോ, നമ്മൾ ഈ ഭൂമിയിലൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്തൊരു ഗുണമുണ്ട് കണ്ടോ. ഞാൻ എന്തായാലും ഈ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ മനോഹരമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ട്രെയിൻ യാത്ര ഏറ്റവും മനോഹരവും ഏറ്റവും സന്തോഷവുമായ ഒരു യാത്രയായിട്ട് നമുക്ക് മനസ്സിലായി. ഇപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യണം. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എന്താ ഗുണം, കുറേ കാര്യങ്ങളുണ്ട്. ട്രെയിനിൽ യാത്ര ചെയ്യാം, റോഡിൽ യാത്ര ചെയ്യാം, റോഡ് ട്രിപ്പ് ചെയ്യാം. എന്നാലും ട്രെയിനകത്ത് യാത്ര ചെയ്യുമ്പോൾ കുറേ ഉൾപ്രദേശങ്ങളിലൂടെ നമുക്ക് പോകാൻ കഴിയും. അവിടെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ മലകളും അതുപോലെ തന്നെ പല ഉള്ളിലോട്ട് കയറിയിരിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ ഇതുപോലുള്ള ഭയങ്കര നല്ല സ്ഥലങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. കാര്യം ഞാനിവിടുന്ന് സീറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പുതിയ സീറ്റ് കാണിച്ചത്, എൻ്റെ പുതിയ സീറ്റ് ഇവിടെ ഇല്ലെന്നില്ല, ഇവിടെ ഇല്ല മാത്രമേ ബാക്കി ഇല്ലെന്നില്ല. ഇന്ന് നമുക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ. എൻ്റെ അടുത്ത് അച്ഛനുണ്ട്, അച്ഛനും കൂടെ വന്നിട്ടോ. പുള്ളിയൊന്നും കഴിച്ചിട്ടില്ല, ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഉച്ചയായില്ലേ, രാവിലെ മാത്രം. രാവിലെ ദോശ കഴിച്ചാൽ ദോശ കഴിച്ചു. ഞാൻ രാവിലെ തന്നെ രാവിലെ കഴിച്ചു. അച്ഛൻ പിന്നെ കഴിച്ചത് ഹോട്ടലിൽ ചെന്ന് കഴിച്ചു. എന്തായാലും ഞങ്ങൾ യാത്ര തോന്നുന്നുണ്ട് അല്ലേ. പാറ അതെ നല്ല പാറ ഉണ്ടോ. പോവാ മലകളാ സഖ്യപർവ്വതം സത്യത്തിൽ കണ്ടോ. സഖ്യപർവ്വതത്തിൽ കൂടെ നമ്മൾ സഖ്യപർവ്വതത്തിൽ കൂടെ കയറി ഇറങ്ങി നമ്മളിനി തമിഴ്നാട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക ഉണ്ടോ. ഈ യാത്ര എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണെന്നല്ലേ. എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും കേട്ടോ. എല്ലാവർക്കും യാത്ര ചെയ്യുമ്പോഴത്തേക്ക് എന്താ ഗുണം, നമ്മൾ കുറച്ച് നേരം നമ്മൾ എന്തെങ്കിലും ഒരു ടെൻഷൻ ഇരിക്കുകയാണ്, ആ ടെൻഷനെല്ലാം മാറി കിട്ടാൻ യാത്ര ഒരു വലിയ ഗുണമാണ്. സത്യമല്ലേ.
സത്യത്തിൽ എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ അത് മാത്രമല്ല, പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും പറ്റുന്നുണ്ട് യാത്ര ചെയ്യുമ്പോൾ. അതാണ് ഏറ്റവും വലിയത്. അവിടെ നോക്കിയത് അവിടുത്തെ ഇവിടെയാന്ന് തോന്നുന്നു അടിപൊളി വ്യൂ. ഓക്കെ, എനിക്ക് പക്ഷേ വേറൊരു പ്രശ്നം വരും, ചിലപ്പോൾ സ്റ്റേഷൻ എടുക്കാൻ പറ്റത്തില്ല. എന്നാലും നോക്കാം നമുക്ക്. ഉണ്ടോ, ഇനിയെല്ലാം മലകളുടെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. സുന്ദരമായ മലകളും ഉണ്ടോ, ഇവിടെ വലിയ പാറ നിൽക്കുന്നുണ്ടോ, പാറ ഉണ്ടോ, അത് ഇവിടെ എല്ലാം പാറയുണ്ട് ഉണ്ടോ. പാറ എല്ലാം കണ്ടിട്ട് ഞാനിങ്ങനെ നിൽക്കുക. അടിപൊളി അതേ. ഓക്കെ, പാറയിലെ കാഴ്ചയും പാറയും എന്ത് മനോഹരമായിട്ടാണ്. ഓക്കെ, ഇങ്ങനെ യാത്ര ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. എൻ്റെ സ്പേസ് ഫുള്ളാവുമെന്ന് എനിക്കറിയത്തില്ല, ഫോണിൽ കുറച്ച് സ്പേസേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ വീഡിയോ എടുത്തു. എന്തായാലും നിങ്ങൾ പരമാവധി ഞാൻ കാണിക്കാൻ പറ്റുന്ന അത്രയും കാണിക്കും. എന്തായാലും ഇങ്ങനെ ഇവിടെ എല്ലാം പാസഞ്ചേഴ്സ്, ഇവിടെ ആരുമില്ല ഉണ്ടോ, കുറച്ച് ആളുകളേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ ഇരുന്ന് കാഴ്ച കൊണ്ട് എന്ത് മനോഹരമായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ സഖ്യപർവ്വതത്തിൻ്റെ ആ ചെരുവിലൂടെയൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ട്രെയിനൊക്കെ എടുക്കുകയാണെങ്കിൽ അടിപൊളിയായി. കാരണം അത്ര വലിയ തിരക്കില്ല. ഇതുണ്ടോ അതെ, ഉണ്ടോ അതെ, ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ അതെ. ഓക്കെ അതെ, വ്യൂ ഓക്കെ, ഓ അടിപൊളി. നോക്കിയതേ, കാണുമ്പോൾ തന്നെ സുഖം കേട്ടോ അതെ. ഇതായിട്ട് അവിടെ നിന്ന് മലയൊക്കെ നോക്കി ഇത്രയും നല്ല വ്യൂ എവിടെയെങ്കിലും കിട്ടുമോ? ഓ, കാണാൻ തന്നെ എന്തേ, നോക്കിയ മല. ഞാൻ മനസ്സിനതിന് സന്തോഷമുണ്ട് കേട്ടോ ഈ കാണുമ്പോൾ തന്നെ. എന്തായാലും ഈ കാഴ്ചയെല്ലാം കണ്ട് ഞാനിങ്ങനെ അച്ഛനുമായിട്ട് സന്തോഷത്തോടെ നമുക്ക് എപ്പോഴും യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മളിവിടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുണ്ടായിരിക്കും. കംഫർട്ടബിൾ അല്ലെങ്കിൽ അവർ നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ വൈബിനുള്ള ആളുകളുമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം. അല്ല, ഒറ്റയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ വൈബിനുള്ള ആളുകളുമായിട്ട് യാത്ര ചെയ്തില്ലെങ്കിൽ നമുക്കതൊരു വലിയ പ്രശ്നമായിട്ട് മാറും. മനസ്സിലായോ? കാരണം നമുക്ക് ഒത്തുപോകാൻ പറ്റത്തില്ല അവരുമായിട്ട്. കാരണം അവരുമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളുണ്ടാകും, ഓരോ കാര്യങ്ങളും. ഇപ്പം നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അവർ നമ്മളോടൊപ്പം ആഹാരം കഴിക്കാൻ നമ്മളോടൊപ്പം നിന്ന് തരുവാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് എല്ലായിടത്തും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു പ്രശ്നമുണ്ടാകും. അങ്ങനെയൊന്നും പ്രശ്നമില്ല. ഇതിങ്ങനെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവരുമായിട്ട് പോവുകയാണെങ്കിൽ വളരെ സന്തോഷം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ പാർട്ട്ണറായാലും അല്ലെങ്കിൽ നമ്മുടെ അച്ഛനായാലും അമ്മയായാലും അവർക്കൊക്കെ ഇതിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന ഫ്രണ്ട്സ് ആയാലും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് വേണം യാത്ര ചെയ്യാൻ. അവരുമായിട്ട് യാത്ര ചെയ്യുമ്പോഴേ ഏറ്റവും ഈ കാഴ്ചകളുടെ ഒപ്പം തന്നെ ഇതൊരു വലിയ സ്വർഗ്ഗമാക്കി മാറ്റും. നമ്മൾ സ്വർഗ്ഗത്തിലൂടെയാണല്ലോ യാത്ര ചെയ്യുന്നത്. കുട്ടേട്ടൻ്റെ സ്വർഗ്ഗത്തിലൂടെയല്ലേ നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത് കണ്ടോ, അതെ അടിപൊളിയായിട്ടുള്ള മലയാണ്. അതേ നോക്കിയേ, ഉണ്ടോ അതെ, ഇവിടെ എല്ലാം വീടൊക്കെ ഉണ്ട്. വീടുണ്ട്, പള്ളിയുണ്ട്. നോക്കിയേ, അതെ എന്ത് മനോഹരമായ കാഴ്ച. അതെ ഒന്നും പറയാതിരിക്കല്ലേ ചെയ്യേണ്ടത്. കണ്ടത് ആ മല ഉണ്ടോ, ആ മലയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക, ഇത്രയും ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. കണ്ടോ, ഭൂമിയിലെ സ്വർഗ്ഗം, ഇവിടെ സ്വർഗ്ഗത്തിലൂടെയുള്ള യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയതേ കണ്ടോ, പ്രകൃതി എന്ന് പറഞ്ഞാൽ സഹ്യൻ എന്ന് പറയുന്ന ഈ വലിയൊരു മലതേ. അവിടെ നമ്മുടെ മറ്റേ പാലമൊക്കെ ഉണ്ടല്ലോ, പണ്ടത്തെ ചെങ്കോട്ട ബ്രിഡ്ജ്, റെയിൽവേ ബ്രിഡ്ജ്, അതൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. ഇതേ കണ്ടോ, അല്ല ഈ ആര്യങ്കാവ് ആ ഭാഗത്തോട്ടുള്ള ചെങ്കോട്ട വഴിയുള്ള യാത്ര എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ആരും മിസ് ചെയ്യരുത്. എപ്പോഴെങ്കിലും നിങ്ങൾ ഇതുവരെ പോവുകയാണെങ്കിൽ തെങ്കാശി വഴിയും അല്ലെങ്കിൽ മധുര വഴിയൊക്കെ പോവുകയാണ്. മധുര വഴി ഈ ചെങ്കോട്ട വഴി തന്നെ തിരഞ്ഞെടുക്കണം. കാരണം എന്ന് പറയുന്നത് നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സത്യമായിട്ട് പറയാം. നിങ്ങണ്ടോ, ഞാനിത് പേഴ്സണലി ഞാൻ ആദ്യമായിട്ടാണ് കാണാം. കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എനിക്കിപ്പോൾ വിശപ്പ് തോന്നുന്നില്ല. ഞാൻ ഒരു കപ്പലിൻ്റെ മിഠായി കഴിച്ചു, പക്ഷേ എന്നാലും എനിക്കിപ്പോൾ വിശപ്പ് തോന്നുന്നില്ല. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളും കണ്ട് ഞാനിങ്ങനെ യാത്ര ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. കാഴ്ച കണ്ടത് ഇങ്ങനെ നിൽക്കുക. ഇത് മനോഹരമായ കാഴ്ചയാണ്. അച്ഛനെൻ്റെ ഒപ്പം കാഴ്ച ഉണ്ട്. എങ്ങനെയുണ്ട് കാഴ്ച? അടിപൊളിയാണ്. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ കാഴ്ച? ഇല്ല, കണ്ടിട്ടില്ല. ആര്യങ്കാവ്, അതെ, തെന്മല റൂട്ടൊക്കെ, അതെ ചെങ്കോട്ട, തെന്മല. ഉറപ്പായിട്ടും വന്നില്ലേ അല്ലേ കാണുന്നതിൽ അല്ലേ? വേണ്ട എൻ്റെ അമ്മ, ഇത് അടിപൊളി.
എനിക്ക് കണ്ടിട്ടതിന് ഞാനിങ്ങനെ പിടിച്ചായിരിക്കുന്നുണ്ടോ അത്. ഇത് അവിടെ നോക്കി, അവിടുന്ന് വ്യൂ ഒക്കെ നോക്കി. ഓ അടിപൊളി. അത് കാഴ്ച ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് മോനെ. മോനെ ഇത് കണ്ടോ? അത് കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം കാഴ്ച. എന്താ പറയാ, ഒന്നുമില്ല മുന്നൂതി കാഴ്ച കേട്ടത്. പർവ്വതത്തിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് ഒരു ടവറൊക്കെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇതാണ് ഹൈലൈറ്റ്. കണ്ടോ കണ്ടോ, സഖ്യപർവ്വതത്തിൻ്റെ ഒരു വലിയ ഹൈലൈറ്റാണ്. കണ്ടോ ആ പാറ കാണുമ്പോൾ തന്നെ കയറാൻ തോന്നുന്നുണ്ട്. മണ്ടയ്ക്ക് കയറാൻ തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് ഹൈറ്റ് പേടിയാണ് കേട്ടോ. അത് ഞാൻ പണ്ടും പറഞ്ഞു, കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഹൈറ്റ് പേടിയാണ്. പക്ഷേ എനിക്ക് കയറാൻ ഇഷ്ടമാണ്. കണ്ടോ അത് കണ്ടോ. സ്റ്റേഷൻ എത്തിയിട്ടോ, ഒറ്റയ്ക്കൽ. കണ്ടോ ഒറ്റയ്ക്കൽ ചെറിയ സ്റ്റേഷനാണ്. കണ്ടോ ഒറ്റയ്ക്കൽ സ്റ്റേഷൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ഒറ്റയ്ക്കൽ സ്റ്റേഷൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ യാത്ര തുടരുകയാണ്. തെങ്കാശി വരെയുള്ള യാത്രയാണ് നമ്മുടെ. ഉണ്ടോ ഒറ്റയ്ക്കൽ. സുഹൃത്തുക്കളെ, അടുത്ത ടണലിൽ ഇവിടെ വെള്ളമെല്ലാം വീഴുന്നുണ്ട്. ഓ അടിപൊളി. ഓ ഈ ടണൽ കേട്ടോ, നമ്മൾ ഇരുട്ടത്താ. ഓ സത്യത്തിൽ പേടി തോന്നുന്നു കേട്ടോ. ഇത് കേട്ടോ, ഇതിലേ പോകണം. നമ്മൾ ഇരുട്ടത്തായിരിക്കുന്നത്. ഇതിനെ പേടി തോന്നുന്നു. ഇവിടെ ഉണ്ടോ നല്ലത് മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. സത്യത്തിൽ ഈ ചെങ്കോട്ട പാതയില്ലേ, ഈ ചെങ്കോട്ട പാതയിലെ യാത്ര എന്ന് പറയുന്നത് ഒരുപാട് മരങ്ങൾ, ഒരുപാട് മലകൾ, ഒരുപാട് പുഴകൾ, ഒരുപാട് കാഴ്ചകളും കണ്ടിട്ട് നമുക്കിങ്ങനെ പോകാൻ പറ്റുമെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുമാത്രമല്ല ഈ ട്രെയിൻ നമുക്ക് ഈ ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റ് തന്നെ ആയാലും നമ്മളെ പാസഞ്ചേഴ്സിന് ഈ ഒരു ഭംഗി നല്ലതുപോലെ കാണിക്കുന്ന രീതിയിൽ അവർ കൊണ്ടു. സാധാരണ ട്രെയിന് നമ്മളിങ്ങനെ ഇരുന്നാൽ അത്രയ്ക്കൊന്നും കാണാനൊന്നും പറ്റത്തില്ല. സത്യമല്ലേ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണത്. കാരണം നമ്മൾ വലിയ നമ്മളടുത്ത തെന്മല എത്തിയിട്ടുണ്ട്. തെന്മല നമ്മൾ തെന്മല സ്റ്റേഷനിലാണ് അടുത്ത് എത്തിയ. തെന്മല ചെറിയ സ്റ്റേഷനാണ്. തെന്മല ഇറങ്ങാൻ പറ്റിയെങ്കിൽ കുറച്ച് നേരം ഇറങ്ങി നിൽക്കായിരുന്നു. തെന്മല അടിപൊളി സ്റ്റേഷനാണ് കേട്ടോ. തെന്മലയിൽ നമ്മൾ വരുമ്പോൾ ഇവിടെ കൊല്ലം ജില്ലയിൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് തെന്മല എന്ന് പറയുന്നത്. തെന്മലയിൽ നല്ല മനോഹരമായിട്ടുള്ള എക്കോ ടൂറിസം ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും വന്ന് തെന്മലയിൽ നമുക്ക് ടൂറിസത്തിന് വേണ്ടിയുള്ള മിക്കവാറും കാര്യങ്ങളെല്ലാം തെന്മല എക്കോ ടൂറിസം ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തെന്മല സ്റ്റേഷൻ. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും തെന്മലയിലൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യണം. കാരണം അത് ഇതുണ്ടോ തെന്മല സ്റ്റേഷൻ എനിക്ക് തോന്നുന്നു കുറച്ച് നവീകരിക്കാനുണ്ടെന്ന് തോന്നുന്നു. ബാക്കി കുഴപ്പമില്ല. തെന്മല എന്ന് പറയുന്നത് ഇതുണ്ടോ മലയൊക്കെ ഒരു കാട് മൂടിയ സ്ഥലമാണ് തെന്മല. സത്യത്തിൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് തെന്മല. നമുക്ക് കണ്ടിരിക്കാം. എന്തായാലും തെന്മല സ്റ്റേഷനിൽ ഇപ്പോൾ നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് നേരം നിർത്തിയാൽ ഞാൻ ഇറങ്ങിയാലും. അപ്പം ഇനി വണ്ടി ചിലപ്പോൾ വീടും പെട്ടെന്ന് തന്നെ. അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല. ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഒരു ഉണ്ണിയപ്പം മേടിച്ചു. ഉണ്ണിയപ്പം എത്ര ചോദിച്ചാൽ 50. ചേച്ചി കൊണ്ടുവന്നേ 50 രൂപയായി. അങ്ങനെ ടേസ്റ്റ് ചൂടുണ്ണിയപ്പം. അത്ര ചൂടൊന്നും അല്ല, നല്ലതാണ് അല്ലേ? ഞങ്ങൾ വേറെ ഒന്ന് ഈ ട്രെയിനകത്ത് വേറെ കൊണ്ടുവരുന്ന കഴിയത്തില്ല. പിന്നെ ഇതുപോലെ ചേച്ചി നമ്മളെ അത്രയും പ്രശ്നമായിട്ടുണ്ടാകത്തില്ല എനിക്ക് തോന്നുന്നു അല്ലേ? കാഴ്ച കണ്ട് ഇങ്ങനെ ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മളവിടെ പോവാം. യോധ സിനിമയ്ക്കകത്ത് മോഹൻലാൽ ചോദിക്കുന്ന അറിയാമോ? മനസ്സിലായ നിന്റെ തല പോലിരിക്കുന്നു ഇല്ലേ? അറിയത്തില്ല ഉണ്ടോ? ഇവിടെ എല്ലാം കാഴ്ച അടിപൊളിയായിട്ട് കാഴ്ചയുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ തെന്മലയുടെ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര തുടരുന്നത്. തെന്മല എന്ന ഒരു വലിയ സുന്ദരമായിട്ടുള്ളൊരു സ്ഥലത്തൂടെയാണ് പോകുന്നത്. ഇവിടെ ആളുകളെല്ലാം പല ട്രൈബൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ പല നല്ല മനുഷ്യരാണ് തെന്മലയുള്ളത്. ഇതൊന്ന് അടുത്ത ടണലിലോട്ട് നമ്മൾ കയറി കേട്ടോ. അടുത്ത ടണൽ. ഓ അയ്യോ
അടുത്ത ടണൽ കയറിയിട്ടുണ്ട്. ഇത് ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ 3 ടണൽ കഴിഞ്ഞു കേട്ടോ. 3ാമത്തെ ടണലിലോട്ടാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടോ? ടണലിൻ്റെ അടുത്തുകൂടെ ഇവിടെ എല്ലാം വെള്ളം വീഴുന്നുണ്ട്. ഓ അടിപൊളി വ്യൂ ഉണ്ടോ? അതെ വ്യൂ കണ്ടോ? ഇതെല്ലാം കാഴ്ച നോക്കിയതേ. അവിടെ ഒരു റോഡുണ്ട്. റോഡിൽ കാഴ്ച കേട്ടോ. ആ മല ഉണ്ടോ? അടുത്ത ടണൽ വന്നു. അടുത്ത ടണൽ. ഓ അടുത്ത ടണൽ. മോനെ ഇത് ഉറപ്പായിട്ടും വന്ന് എക്സ്പ്ലോർ ചെയ്യണം എല്ലാവരും. ഉണ്ടോ? ഇതിൽ ഈ ട്രെയിനിൽ തന്നെ വരണം. എല്ലാ ദിവസവും ഉണ്ട് 10:30 നമ്മുടെ കരുനാഗപ്പള്ളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ടണൽ കയറി കേട്ടോ. അടുത്ത ടണൽ 4ാമത്തെ ടണൽ. നമ്മളിപ്പോൾ 4 ടണലായി. ഈ ടണലുകളിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടോ? അതേ ആര്യങ്കാവ്. അതെ ഇത് കണ്ടോ? അതെ ഇവിടെ നദി ഒഴുകുന്നത് കണ്ടോ? അതെ എത്ര മനോഹരമായതേ. തെന്മലയുടെ ബ്യൂട്ടി. ഇതാണ് തെന്മല. ഇതാണ് നമ്മൾ കാണുന്ന തെന്മല. തെന്മലയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ? പണ്ട് ടൂറിനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ട്രെയിൻ അത് ആദ്യമായിട്ടാണ് വരുന്നത്. ഈ ആര്യങ്കാവ് തെന്മല വഴിയൊക്കെ വരുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു സ്ഥലമാണ്. ഇത്രയും മനോഹാരിതയുള്ള സ്ഥലം. ഓ രക്ഷയില്ല. അവനെ ഇത്രയും ഭംഗി ആസ്വദിച്ച് ഈ ഒരു യാത്ര എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റാണെന്ന് ഞാൻ പറയും. ഫസ്റ്റ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ യാത്രയാണ്. പക്ഷെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ യാത്ര ഞാൻ ചെയ്തിട്ടില്ല. ഒരു രക്ഷയില്ല. അതേ കണ്ടോ? തെന്മല എന്ന് പറയുന്നത് തെന്മലയാണ്. തെന്മല ഉണ്ടോ? അതായത് തെന്മല. ഉണ്ണിയപ്പൂക്കെ കഴിച്ച് തെന്മലയിലെ യാത്രയും കണ്ട് ഞാനും അച്ഛനും കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഈ സൗന്ദര്യമായ തെന്മല, തേൻ ഒഴുകുന്ന മലയിലൂടെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഈ ട്രെയിനിൻ്റെ ഈ സുന്ദരമായ പെയ്യെ നിർത്തി ഞങ്ങളെ സത്യത്തിൽ പിക്നിക്ക് കൊണ്ടുപോകുന്ന പോലെയാണ് ഈ മധുര എക്സ്പ്രസ് ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ കാഴ്ച കണ്ടത് അവിടെ നദി ഒഴുകുന്നുണ്ട്. ഈ നദിയൊക്കെ കണ്ടത് നദി ഒഴുകുന്നുണ്ടോ? കണ്ടോ? ആ നദി കൂടെയൊക്കെ നദിയാണോ? അത് നദിയാണോ? അതെ തെന്മലയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് കേട്ടോ. അവിടെ ഒരു അമ്പലമുണ്ട്, ക്ഷേത്രം ഉണ്ടോ? രക്ഷയില്ലാത്ത യാത്രയാണ്. ഓ കണ്ടോ? യാത്രയെന്ന് പറഞ്ഞാൽ ഇതാണ് യാത്ര. ആസ്വദിക്കേണ്ട യാത്രകളാണ് കണ്ടോ. യാത്രകളിലൂടെ നമ്മൾ സഞ്ചാരം തുടർന്നുണ്ട്. ഹെവൻ ഓഫ് കുട്ടേട്ടൻ്റെ യാത്രകളിലൂടെ ഹെവൻ ഓഫ് കുട്ടേട്ടനും കുട്ടേട്ടൻ്റെ അച്ഛനും കൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ യാത്ര ഏറ്റവും ആസ്വദിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അപ്പം നിങ്ങൾ എപ്പോഴും ഈ ചാനൽ കാണുവാണെങ്കിൽ ഇതുപോലത്തെ ഒത്തിരി യാത്രകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആ കാഴ്ച ഉണ്ടോ? ചെറിയൊരു നദിയാണ് അത്, വെള്ളമാണ്. കുന്നു ഉണ്ടോ? സഹ്യൻ ഇങ്ങനെ മലന്ന് കിടക്കുക. അടുത്ത സ്റ്റേഷനിലോട്ട് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അടുത്തൊരു സ്റ്റേഷനായി. ഏത് സ്റ്റേഷനാണെന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം. ഇതുണ്ടോ? ഞങ്ങളിങ്ങനെ സ്റ്റേഷൻ എടുത്തിട്ട് അടുത്തൊരു സ്റ്റേഷൻ ഏതാണ്? എടപ്പാളയം സ്റ്റേഷനിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. എടപ്പാളയം സ്റ്റേഷൻ കുഴപ്പമില്ല, ചെറിയൊരു സ്റ്റേഷനാണ്. പക്ഷേ അവിടെ വലിയ ഡെവലപ്മെൻ്റ് ഒന്നും ആയിട്ടില്ല. കാടെല്ലാം കയറി ഒരുമാതിരി ഇരിക്കുക. പക്ഷേ ആവുമായിരിക്കും. വേണ്ട ആ മലയുടെ ദൃശ്യത്തിൽ ഇങ്ങനെ എടപ്പാളയം സ്റ്റേഷൻ ഇങ്ങനെ നിൽക്കുക. എടപ്പാളം ഉണ്ടോ? എടപ്പാളയം ശരി. എന്തായാലും ഇവിടെ എടപ്പാളയത്ത് നമ്മുടെ ട്രെയിൻ നിർത്തും. ആ വ്യൂ ഉണ്ടോ? ഇതേ മലയുടെ ഇങ്ങനെ മല നിൽക്കുന്നത് തന്നെ ഉണ്ടോ? നമ്മുടെ സഖ്യപുരം ഇതേ നോക്കി കണ്ടോ? ഇത്രയും മനോഹരമായ ഒരു യാത്രയാണ് ഈ ആര്യങ്കാവ് തെന്മല റൂട്ടിലോട്ട് നമ്മൾ ട്രെയിനിൽ പോകുന്നത്. ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയെന്ന് പറഞ്ഞ സാധനമില്ല. കണ്ടോ നമ്മൾ ട്രെയിൻ പോകുന്ന കണ്ടോ? ട്രെയിൻ അടുത്തുണ്ടോ? അടുത്തൊരു മനോഹരമായ ദൃശ്യത്തിലൂടെയാണ് നമ്മുടെ ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടോ? അടുത്ത് നമ്മൾ ന്യൂ ആര്യങ്കാവിൽ എത്തിയിട്ടുണ്ട്. ന്യൂ ആര്യങ്കാവ് സ്റ്റേഷനിലാണ് എത്തിയത്. ഇതാണ് ആര്യങ്കാവാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേഷൻ.
ഈ സ്റ്റേഷനിലൂടെയാണ് ഈ കാഴ്ചകളുണ്ട്. ആര്യങ്കാവ് സ്റ്റേഷനിലൂടെ ഇങ്ങനെ ട്രെയിനകത്ത് ഇതെല്ലാം കണ്ട് ഇത്ര മനോഹരമായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കണ്ടോ അതെ, ഇതൊക്കെ ആര്യങ്കാവ് എന്ന് പറയുന്നത് നല്ല അതെ അതുണ്ടോ, അവിടുത്തെ എല്ലാം പ്ലാറ്റ്ഫോം എല്ലാം അടിപൊളിയാക്കിയാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ അവിടെ മല ഇത്രയും. എനിക്കൊന്ന് പുറത്തിറങ്ങി നിൽക്കണമെന്നുണ്ട്, പക്ഷേ ട്രെയിൻ വിടും, അതുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി നിന്ന് നിങ്ങളെ ഈ കാഴ്ചയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ആര്യങ്കാവിൽ ഉണ്ടോ, ആര്യങ്കാവിൽ നീണ്ടത് മലയൊക്കെ കണ്ടു ഉണ്ടോ. ആര്യങ്കാവിലൂടെ കണ്ടോ അതെ ഈ കാഴ്ചയില്ലത് ഉള്ളത്. ഇവിടെ എൻ്റെ ഉണ്ട് ആര്യങ്കാവ്, ന്യൂ ആര്യങ്കാവ് എന്ന് പറയും. ന്യൂ ആര്യങ്കാവ് ഉണ്ടോ. സ്റ്റേഷൻ ഇവിടെ നിർത്താൻ പോകുമായിരിക്കും. ആര്യങ്കാവ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ആ മലയുടെ ആര്യങ്കാവ് കണ്ടോ, ഇവിടെ ഒരു അച്ഛനൊക്കെ നിൽക്കുന്നുണ്ടോ, അരുന്നാണ്ട. ഓ ആ മല ടോപ്പാണ്. ഇവിടുത്തെ മനുഷ്യരൊക്കെ ഇവരൊക്കെ കണ്ട് കിടക്കുന്നത്. പക്ഷേ നമ്മൾ പുതുതായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ഈ ആര്യങ്കാവ് സ്റ്റേഷനും ഈ ആര്യങ്കാവ് ഈ ഒരു മലകളും ഈ ചെടികളും ഈ മരങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ സന്തോഷം തോന്നും. കാരണം നമ്മൾ ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാകത്തില്ല, പക്ഷെ പുറത്തുനിന്ന് വരുന്നവർക്ക് നമ്മുടെ സ്ഥലത്തിൻ്റെ ബ്യൂട്ടി, നമ്മുടെ സൗന്ദര്യം എന്താണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആര്യങ്കാവിലൂടെ കയറിക്കൊണ്ടിരിക്കുക. ആര്യങ്കാവ്, ചെങ്കോട്ട ഈ ഭാഗത്തോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് സ്ഥലം മാറും. നല്ല അടിപൊളിയ സ്ഥലമാണ് ഈ ന്യൂ ആര്യങ്കാവ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മനസ്സിലായോ? പഴയ ആര്യങ്കാവ് വേറെ ഉണ്ടായിരിക്കും, എനിക്കറിയില്ല എന്താണ്, അതൊന്ന് പഠിക്കണം എന്താണ്. പ്രകൃതി നോക്കി, ഈ ഒരു ഗ്രാമം നോക്കി ഇത്ര മനോഹരമായിട്ട്. അവിടെ ഒരു നദി ഒഴുകുന്നു. ആ നദി കുരങ്ങത്തെ അവിടെ കുറേ കുരങ്ങ് പോയിട്ട് ഒരു കുരങ്ങ് പോയിട്ട് ഇവിടെ ചാടിപ്പോകുന്നത് വേണ്ടോ. അവിടെ ആ വണ്ടി പോകുന്നത് ചാടിപ്പോകുന്നു. അവിടെ നദി, ആ നദിയുടെ അടുത്തൂടെ ഒരു ഗ്രാമം ഉണ്ടോ. ആ ഗ്രാമത്തിലൂടെ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ പോകുന്നു. എത്ര മനോഹരം അതെ ഉണ്ടോ. ഇതാണത് സൗന്ദര്യം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ കേരളത്തിൽ വരുന്നവർക്ക്, പുറത്തുനിന്ന് വരുന്നവർക്ക് അറിയാം കേരളത്തിൻ്റെ സൗന്ദര്യം എന്താണ്. നോക്കി ഇത്ര മനോഹരമായിട്ടാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കി നമ്മളെന്തായാലും കേരളം തെന്മലയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തമിഴ്നാടിൻ്റെ ബോർഡറിലോട്ടൊക്കെ കടക്കാനായിട്ട് പോവുക. അപ്പോൾ എന്തായാലും അതിനുള്ളിൽ നമ്മൾ ഈ കേരളം എന്താണെന്ന് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യണം. ഒരു രക്ഷയില്ല. കണ്ടോ ഇവിടുത്തെ വീടുകളും ചെറിയ വീടുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ മലയുടെ താഴെ ചെറിയ വീടുകളൊക്കെ നിൽക്കുന്നുണ്ടോ. കണ്ടോ അവിടെ പൂവൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ടോ. ഇവിടെ നല്ലൊരു മരങ്ങൾ കാണാൻ പറ്റുന്നില്ല. ആ മലയിൽ പൂത്ത് നിൽക്കുക. അത് കേട്ടോ എന്ത് മനോഹരമായത്. അയ്യോ ഉറിഞ്ഞിപ്പൂക്കളാണ്. അല്ലല്ല ഇത് നല്ല അടിപൊളി. എന്ത് നല്ലത്. അയ്യോ രക്ഷയില്ല. ഇതൊക്കെ കണ്ട് വേണം നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യേണ്ടത്. ഇത്ര മനോഹരമായ യാത്രയാണ് ഇതേണ്ടത്. പക്ഷെ ആ മരങ്ങൾ ഇതിൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇതാ പൂക്കൾ പൂത്തിക്കുന്നുണ്ടോ കണ്ടോ. എന്ത് മനോഹരമായ സ്ഥലങ്ങളാണ് കണ്ടോ. ഓ അടിപൊളി. ചെയ്യേണ്ടത് നമ്മളിപ്പോഴാണ് നമ്മൾ മറ്റേ മരങ്ങളിൽ നിന്ന് കാണാൻ നമ്മളെ മല ഇതുണ്ടോ. അവിടെ എല്ലാം പൂ ചെയ്യണ്ടോ. പൂ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. എന്ത് മനോഹാരിയത് വേണ്ടോ. ഞാൻ മലയിലോട്ട് നോക്കി. ഓ രക്ഷയില്ല. ഇല്ല എന്ത് പൂവാണെന്ന് മനസ്സിലാകുന്നില്ല. അത് കാട്ടുപൂവല്ലോ ആണോ. നല്ല അത് പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു രസമുണ്ട്. കണ്ടോ ആ മലയുടെ മുകളിൽ. തേക്കും കാടാണോ. തേക്കും കാടയിൽ ഇങ്ങനെ തേക്കിനെ പൂ പിടിക്കുമോ. തേക്കും കാടാണെന്ന് അച്ഛൻ പറയുന്നത്. എനിക്കും എന്താണെന്ന് മനസ്സിലായില്ല. ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുണ്ടോ ഇവിടെ എല്ലാം നടന്നേണ്ടത് തേക്കാണത്. ഓ എനിക്കറിയത്തില്ല തേക്കാണ്, പക്ഷെ കണ്ടിട്ട് നല്ല രസം. അടിപൊളിയാണ് കണ്ടോ. ഓ അടിപൊളി. ഇപ്പോഴാണ് വ്യൂ കൃത്യമായിട്ട് കിട്ടി കണ്ടോ. ഓക്കെ ആ കാഴ്ച തന്നെ അത് ഇവിടെ എല്ലാം മര വന്നു. ഓ ഇപ്പോഴാണ് അതിൻ്റെ വ്യൂ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയത്. ആര്യങ്കാവിലെ ഏറ്റവും മനോഹരമായത് തേക്കിൻ കാട. എനിക്ക് അച്ഛൻ പറഞ്ഞ പോലെ എനിക്കൊന്ന് തേക്കിൻ കാടാന്ന് തോന്നുന്നു കണ്ടോ. മനോഹരമായ ദൃശ്യമാണിത്. നോക്കി തേക്കിൻ കാട എല്ലാം കൂടെ നിൽക്കുന്നത് പൂത്ത് നിൽക്കുക കണ്ടോ. കണ്ടോ മനോഹരമായ ദൃശ്യങ്ങളാണ്. മനോഹരമായ ദൃശ്യങ്ങളിലൂടെ നമ്മുടെ ട്രെയിൻ ഇതാ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആര്യങ്കാവ് എന്ന് പറയുന്ന മനോഹരമായ ഈ ഭൂപ്രകൃതിയിലൂടെ സ്ഥലത്തെ ഭൂപ്രകൃതിയിലൂടെ നമ്മുടെ ട്രെയിനും അതിൽ ചെന്ന് ഗഗനക്കുട്ടേട്ടനും അതുപോലെ തന്നെ ഗഗനക്കുട്ടേട്ടനും പിന്നെ അച്ഛനും കൂടെ യാത്ര ചെയ്യുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള കാഴ്ചകൾ കാണിച്ചു തരാൻ തന്നെ എനിക്ക് ഭയങ്കരമായ ഇഷ്ടമാണ്. ഇതുണ്ടോ ഈ കാഴ്ചയൊക്കെ കണ്ട്
ദൂരെ നിന്ന് നോക്കണം ഈ മലകൾ കണ്ടോ. ഇവിടെ എല്ലാം ഇങ്ങനെ ചെടി വേറെ മരങ്ങൾ നിൽക്കുന്ന കാരണം നമുക്ക് അത്രയും എടുക്കാൻ പറ്റുന്നില്ല. എന്നാലും കുഴപ്പമില്ല, നല്ലപോലെ മനോഹരമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ദേ കണ്ടോ, മനോഹരമായിട്ട് എടുക്കുന്നത് കണ്ടോ, നല്ല വ്യൂസാണ്. നമുക്ക് എനിക്ക് ഒരു എന്താ പറയുക, എനിക്ക് പണ്ടേ വെച്ച് ഏറ്റവും നമ്മുടെ മനസ്സ് തന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു വ്യൂസാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. കാണുമ്പോൾ തന്നെ അതേ കണ്ടോ മലയും, അതുപോലെ തന്നെ ഈ ട്രെയിനകത്തുള്ള യാത്രയും ഇതെല്ലാം ഒരു അതെ ആ സൂര്യൻ്റെ പ്രകാശം അടിക്കുമ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. കറക്റ്റാണ് പറയുന്നത്. ആ അടിച്ചു വരുമ്പോൾ എന്ത് നമ്മുടെ പ്രകൃതി എന്ത് മനോഹരമായിട്ട് ഓരോ മനോഹരിയാണ്. എത്ര നമുക്ക് പോലും ഇത്ര ആർക്കിടെക്ട് അല്ലെങ്കിൽ ഇത്രയും കഴിവ് ഒരു കാര്യത്തിൽ എങ്ങനെ ഒരു കാര്യം ഇങ്ങനെ നിർമ്മിക്കണമെന്ന് നമുക്ക് പോലും ഇത്രയും ടെക്നോളജി ഉണ്ടായിട്ട് നമുക്ക് പറ്റുന്നില്ല. പക്ഷേ പ്രകൃതി ഓരോ കാര്യത്തിലും ഇത്ര മനോഹാരിത. ആര്യങ്കാവ് അടുത്ത് നമ്മൾ ആര്യങ്കാവിൽ എത്തുന്നുണ്ട് കേട്ടോ. ആര്യങ്കാവ് സ്റ്റേഷൻ മറ്റേ ന്യൂ ആര്യങ്കാവ് വരുന്നത് ഇതാണ് റിയൽ ആര്യങ്കാവ്. ഇപ്പോഴെനിക്ക് മനസ്സിലായി ഇതാണ് റിയൽ ആര്യങ്കാവ്. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്റ്റേഷൻ ആര്യങ്കാവ്. ഇത് നമ്മൾ ആര്യങ്കാവിലൂടെയാണ് ഇത് ആര്യങ്കാവ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആര്യങ്കാവ് സ്റ്റേഷൻ ഒന്ന് കാണാം. ആര്യങ്കാവ് സ്റ്റേഷൻ കുഴപ്പമില്ല, പക്ഷേ ചെറിയ ഇവിടെ എല്ലാം മരങ്ങളുടെ ചെടി ഇലകളൊക്കെ ഉണ്ട്. അത് അവർ എനിക്കൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റുന്നുണ്ട്. ഇവിടെ എല്ലാം അതേ കണ്ടോ ആര്യങ്കാവ് സ്റ്റേഷൻ ഇവിടെ മഞ്ഞത്. അവിടെ നോക്കി ആര്യങ്കാവ് സ്റ്റേഷൻ മുകളിൽ അടിപൊളി വ്യൂസാണ്. ഓക്കെ ആര്യങ്കാവ് സ്റ്റേഷനാണ്. നമ്മളിപ്പോൾ ഇവിടെ എല്ലാം ഇതൊരു തമിഴ്നാട് കേരള ബോർഡർ ആര്യങ്കാവ്. ഇവിടെ എല്ലാം തമിഴ് നമ്മുടെ തമിഴ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബോർഡറാണ്. അവിടെയുള്ള ആളുകൾ എനിക്ക് തമിഴും മലയാളം കൂടെ ആയിരിക്കും സംസാരിക്കുന്നത്. എന്തായാലും ഇല്ല മലയുടെ മണ്ട കണ്ടോ എല്ലാം കണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുക ഈ ട്രെയിനകത്തിരുന്ന്. എന്തായാലും ട്രെയിനകത്ത് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിന് ബോറടിച്ചിട്ടില്ല കേട്ടോ. ബോറടിക്കാനുള്ള അവസരമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല മനോഹരമായിട്ടാണ് എല്ലാം. ഈ യാത്ര കാണുമ്പോൾ തന്നെ ബോറടിക്കെല്ലാം മാറുന്നുണ്ട് അല്ലേ? സത്യമല്ലേ? ശരിയത് മോനെ ഇതേ ഒരു അടിപൊളി ഒരു മല. ഒരു നമ്മൾ അടുത്ത ടണലിലോട്ട് പോവുക. ടണലല്ല പാലമാണ് കണ്ടോ. അവിടെ വലിയ മലയുണ്ട്. ഞാനത് മല കാണിക്കാൻ നോക്കി, പക്ഷേ ഇവിടെ പോസ്റ്റൊക്കെ നിൽക്കുന്നുണ്ട്. അത്ര ശരിയല്ല. നമ്മൾ ബ്രിഡ്ജിൻ്റെ മണ്ടയിൽ കൂടെയാണ് പോകുന്നത്. അവിടെ ഒരു ഇതുണ്ടോ, അവിടെ ഒരു മലയുണ്ട് കേട്ടോ. നമ്മളടുത്തൊരു മല കാണുക കണ്ടോ. മല ഇത് സഖ്യപർവ്വതമല്ലേ? ഇതെല്ലാം സഖ്യപർവ്വതമല്ലേ അല്ലേ? കണ്ടോ സഖ്യപർവ്വതത്തിൻ്റെ കൂടെ നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. ഈ മഴയൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ ആര്യങ്കാവ് കൂടെ പോകുമ്പോൾ നല്ല അടിപൊളി ക്ഷേത്രമാണ് കരുതുന്നില്ല. മഴയൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ കാണാനൊക്കെ സുഖമാണ്. അങ്ങനെ നല്ല പ്രകൃതി തന്നെ ഒരു മാതിരി ഇരിക്കും. എന്നാലും കൊള്ളാം. ഇപ്പോഴും നല്ലത് തന്നെ. വേനൽക്കാലത്തും പോകുന്നത് നല്ലതാണ്. ഇത് കണ്ടോ മല കണ്ടോ. നമ്മൾ നേരത്തെ കണ്ടോ ഇവിടെ എല്ലാം റബ്ബർ തോട്ടങ്ങളുണ്ട് കേട്ടോ. റബ്ബർ തോട്ടങ്ങളിലൂടെയൊക്കെയാണ് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആര്യങ്കാവിലെ ഏറ്റവും മനോഹാരിതമായ ദൃശ്യങ്ങളിലൂടെയാണ് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവരും കാണേണ്ടതാണ്. കണ്ടോ എത്ര മനോഹരം ആര്യങ്കാവിലെ യാത്ര. ഈ ട്രെയിൻ യാത്ര തന്നെ ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. എനിക്ക് സത്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷവാനാണ്. ഇത്രയും മനോഹാരിതയുള്ളൊരു സ്ഥലത്തൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. കാരണം ഒന്നെന്ന് പറയുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അച്ഛൻ, രണ്ടെന്ന് പറയുന്നത് ഈ ഒരു പ്രകൃതി, ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്കും നമുക്ക് ഒരു വല്ലാത്തൊരു സന്തോഷമാണ് തോന്നുന്നത്. കാരണം ഈ സന്തോഷമെല്ലാം അനുഭവിച്ച് ഞാൻ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുക. അതായത് നമ്മൾ അടുത്ത ടണലിലോട്ട് കയറുക. അതെ അടുത്ത ടണൽ ഈ ടണലിൻ്റെ നാടായിരുന്നു കേട്ടോ. ടണൽ കേട്ടോ. ഈ ടണൽ കേട്ടോ എത്ര കിലോമീറ്റർ ഉണ്ട്? തീർന്നില്ലേ? കുറേ ഉണ്ടെന്ന് തോന്നുന്നു ടണൽ കേട്ടോ. ഈ ടണലിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. കുറേ ഉണ്ട് ഈ ടണൽ. ഇതുണ്ടോ ടണൽ? ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ ജസ്റ്റ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നതേ. ഇരുട്ടായിരിക്കും ഫുള്ള്, നമുക്കൊന്നും വീഡിയോ ഒന്നും കിട്ടത്തില്ല. പക്ഷേ എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒത്തിരി ദൂരമുണ്ട് ഈ ടണലിന് കേട്ടോ. തീരുന്നില്ല കേട്ടോ. എൻ്റെ നീടലൊക്കെ അവിടെ ഇപ്പോൾ ഉണ്ട്, പക്ഷേ എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കുറേ ദൂരം ഉണ്ടല്ലേ? എത്ര മനോഹരം. ടണലിൻ്റെ കോശം. ഇപ്പം 5-6 ടണലായിരുന്നു അല്ലേ? ഈ ടണലാന്ന് തോന്നുന്നു ഏറ്റവും വലിയ ടണൽ അല്ലേ? തീരുന്നില്ലല്ലേ ടണൽ?
ഈ ടണലിൽ ഉണ്ടോ? ഒന്നും കാണുന്നില്ല, അകത്ത് മൊത്തം ഇരുട്ടാണ്. ഈ ടണൽ കുറേ ദൂരമായി പോയി ടണലിലൂടെ, ഏറ്റവും ദൈർഘ്യം കൂടിയ ടണൽ. ഈ ടണൽ ആരായിരിക്കും ഇതേപ്പറ്റി? കാരണം ഇനി മെട്രോമാൻ വല്ലതും വേണം. സാധാരണ ശ്രീധരൻ നായരൊക്കെയാണ് ഇങ്ങനെയൊക്കെ ടണൽ ഏർപ്പിക്കുന്നത്. കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ മനോഹരമായിട്ട് അച്ഛനെന്ന് തോന്നുന്നു. അത് പറഞ്ഞു ടണൽ കണ്ടോ? തീർന്നില്ല ഇതുവരെ. ഞാനിങ്ങനെ ഇരിക്കുക ടണൽ. ഇപ്പോഴാണ് തീർന്ന. എൻ്റെ ആയി. ഓ, കിടുക്കാച്ചി വ്യൂവിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കിടുക്കാച്ചി കണ്ടോ? ഈ ഒരു വ്യൂ കണ്ടിട്ടുണ്ടോ? എൻ്റെ അമ്മേ, ഇതാണ് വ്യൂ. ഇത് അടിപൊളി വ്യൂ. കാണുമ്പോൾ തന്നെ ഇത്രയും മനോഹരമായിട്ടൊരു വ്യൂ ഉണ്ടോ? നല്ല പച്ചപ്പ്. അവിടെ നദി, ചെറിയ ചെറിയ നീർച്ചാലൊക്കെ ഒഴുകുന്നു. പാറ കണ്ടോ? ഇനി അടുത്തിട്ടല്ലോ ഇത് കണ്ടോ? ഞാൻ പറഞ്ഞത് കണ്ടത് മലത്. ആര്യങ്കാവിലെ എന്ത് മനോഹരം അതുണ്ടോ? അവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ ഒരു മല. കണ്ടോ മൂളി? അവിടെ ഒരു സിറ്റി പോലെ ഉണ്ട് കണ്ടോ? എൻ്റെ കണ്ടില്ലേ? ഇത് കണ്ടോ? തേയിലത്തോട്ടമാണോ അത്? അല്ല, ഇതുണ്ടോ? ഇത് ഒരു ബ്രിഡ്ജിൽ കൂടെയാണ് നമ്മൾ പോയത്, ഒരു പാലത്തിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം ചെടികളാണ്. കണ്ടോ? ഉണ്ടോ? ഇതുണ്ടോ? ഇത് കാടാണ്. നമ്മളിപ്പോൾ കാട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. അടുത്ത വ്യൂ. മോനെ വ്യൂ കണ്ടോ? കണ്ടോ? അവിടെ നോക്കിയതേ, അവിടെ കുറേ സ്ഥലങ്ങളതേ. ഈ സ്ഥലങ്ങളുടെ എവിടെയാ? ആര്യങ്കാവാണ് ഇവിടുത്തെ നമ്മൾ ഈ യാത്ര ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലമെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്തെന്ന് നല്ല കാഴ്ചകളാണ്. നോക്കി വരുന്നേ കണ്ടോ? എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. അതാണ് വ്യൂ കണ്ടോ? ആ പാറയുടെ മുകളിലുള്ള ഇത്രയൊക്കെ വ്യൂ കണ്ട് മഴ സമയത്താണ് പറയണ്ട. ഇത്രയും നല്ല മഴയത്ത് നമുക്ക് കാഴ്ചയൊക്കെ കാണാൻ നല്ല രസമായിരിക്കും കണ്ടോ? പക്ഷേ ഇവിടെ ആര്യങ്കാവ് മഴ സമയത്ത് ട്രെയിൻ ഓടുമോയെന്ന് എനിക്കറിയില്ല. ഓടും കുഴപ്പമില്ല. ഇത് കണ്ടോ? കാഴ്ചയെല്ലാം കണ്ട് ഞാനും അച്ഛനോട് ഇങ്ങനെ ഇരിക്കുക. കണ്ടോ? സഹ്യനാണ് നമ്മുടെ സഹ്യൻ, വേറെ ആരുമല്ല. സഹ്യപർവ്വതമാണ് സഹ്യൻ. ഇങ്ങനെ കണ്ടോ? വ്യൂ കണ്ടോ? എന്ത് വ്യൂ കണ്ടോ? മനോഹരമായ വ്യൂ ആണത്. മനോഹരമായ വ്യൂ. ഈ വ്യൂ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഈ ആര്യങ്കാവിൽ വരുമ്പോഴാണ് ഇതുപോലത്തെ വ്യൂ ആണത്. വേറെ എവിടെയും കാണും, പക്ഷേ ഞാനിപ്പോൾ എപ്പോഴും ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ ഒരു വ്യൂ. ഈ മല കണ്ടോ? അടിപൊളി. അടുത്ത കണ്ടോ? മല തന്നെ ഉണ്ടോ? സത്യത്തിൽ ആര്യങ്കാവിലെ വിഷ്വൽസ് നമ്മൾ ഒരിക്കലും എടുക്കാൻ മറക്കരുത്. കാരണം എടുക്കാൻ മറന്നാൽ നമുക്ക് തന്നെ നഷ്ടം. ഇത്രയും നല്ല വിഷ്വൽസ് വേറെ എവിടെയും കാണത്തില്ല. അത് തന്നെ എൻ്റെ കാര്യം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല വിഷ്വൽസിലൊന്നാണ് ഈ ആര്യങ്കാവ്. ഒരു നീർച്ചാലൊക്കെ എഴുതുന്നുണ്ടോ? കണ്ടോ? വാവ്. ഇത്രയൊക്കെ കാഴ്ചയും കണ്ട്, ഇത്രയൊക്കെ നല്ല നല്ല മനോഹരമായ ദൃശ്യങ്ങളും കണ്ട് ഞാനിങ്ങനെ യാത്ര ചെയ്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയ്ക്കകത്ത് ഇത്രയും ഒരു മനോഹാരിത ഉണ്ടെന്ന് ഞാനിങ്ങനെ വിചാരിച്ചില്ല. ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടായിരുന്നു, ഇങ്ങനെ യാത്ര മനോഹരമാണ്, യാത്ര കാണാൻ നല്ല, ഇങ്ങനെ ആര്യങ്കാവ് വഴി പോകണം, ചെങ്കോട്ടപാത വഴി പോകണമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും മനോഹരമാണെന്ന് നമ്മൾ മനസ്സിലായിട്ട് പലതും നമ്മൾ വീഡിയോ കാണുമ്പോഴത്തേക്ക് അത്രയും നല്ലതായിട്ട് തോന്നും. പക്ഷേ നേരിട്ട് കാണുമ്പോൾ എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഇതൊക്കെയാണ് പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന സൗന്ദര്യം. ഇതൊക്കെ കണ്ടാണ് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഇതാണ് സ്വർഗം. ഇതാണ് നമ്മൾ പറഞ്ഞില്ലേ, ഈ സ്വർഗത്തിലൂടെയാണ് കുട്ടേട്ടൻ്റെ സ്വർഗത്തിലൂടെയാണ് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നത്. ആണ് എൻ്റെ ചാനൽ ഹെവൻ ഓഫ് കുട്ടേട്ടൻ എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചാനലിലൂടെ ഇങ്ങനെ നടക്കുക. ചാനലിൽ നമ്മൾ വീഡിയോ നമ്മൾ ഇടുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് വേണം. കാരണം പുതിയ കാഴ്ചകൾ കാണിക്കാൻ
പുതിയ പുതിയ കാര്യങ്ങളിലോട്ട് തിരിയാനുമൊക്കെ എനിക്ക് സപ്പോർട്ട് വേണം. അപ്പോൾ അതാണ് ഞാനിങ്ങനെ നടക്കുന്നത്. ഒരു അടിപൊളി സ്ഥലങ്ങളാണല്ലോ, ഒരു രക്ഷയില്ല. ഓ അമ്മേ, ഇതാ നോക്കിയേ, കിടുക്കാച്ചി വ്യൂ ആ, നോക്കിയേ കിടുക്കാച്ചി, ഒരു അടിപൊളി വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. നോക്കിയേ, കണ്ടോ, ഇങ്ങനെ സഖ്യപർവ്വതം ഇങ്ങനെ ഇതല്ല കിടക്കുക, നമ്മളിങ്ങനെ സംരക്ഷിച്ചുകൊണ്ട്, നമ്മുടെ ഈ ഭൂപ്രകൃതിയൊക്കെ സംരക്ഷിച്ച് സഖ്യൻ്റെ മക്കളായിട്ട് ഇവിടുത്തെ ചെടികളും അതുപോലെ തന്നെ പല 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 ജീവികളും ഒക്കെ താമസിക്കുന്ന ഒരു വലിയൊരു സ്ഥലമായത്. കണ്ടോ, എൻ്റെ ബ്രിട്ടീഷുകാർ ചെങ്കോട്ട പാത വഴി ഇവിടെ ട്രെയിൻ ഉണ്ടാക്കി ഇവിടെയാണ് ഈ സ്ഥലം ഇത്രയും മനോഹാരിതയാണെന്ന് ലോകം തിരിച്ചറിഞ്ഞത്. കാരണം അതിനു മുമ്പ് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് ലോകത്തുള്ള ജനത്തിനൊന്നും നമുക്ക് പോലും, നമ്മൾ ഈ കേരളത്തിൽ താമസിക്കുന്ന പഴയ ആളുകൾക്കും അല്ലെങ്കിൽ പുതിയ ആളുകൾക്ക് പോലും വലിയൊരു പരിചയമില്ലായിരുന്നു. കാരണം പിന്നീട് ഇങ്ങനെ ഒരു മനോഹരമായ സ്ഥലം, ഇങ്ങനത്തെ സ്ഥലത്തൂടെ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയാണ് ഈ സ്ഥലം ഇങ്ങനത്തെ ഒരു ഇതുണ്ടോ, കണ്ടോ ഇത്ര മനോഹര ആ വ്യൂ തന്നെ കണ്ടോ, മലയെങ്ങനെ നിൽക്കുന്നു, സഖ്യം നിൽക്കുന്നു, ഒരു രക്ഷയില്ല കണ്ടോ. പൊന്നെ, അവിടെ പക്ഷി പറക്കുന്നുണ്ടോ, എന്ത് മനോഹരമായ ഇതേ മലയുടെ മുതേ ഒരു രക്ഷയില്ല. കിടുക്കാച്ച വ്യൂ. അതെ പക്ഷി പറക്കുന്നുണ്ടോ, ഇവിടെ വെള്ളമുണ്ട് കേട്ടോ. ഇത് തമിഴ്നാടായിട്ടോ കേട്ടോ, നമ്മളിപ്പോൾ തമിഴ്നാട്ടിലോട്ട് കയറിയിട്ടുണ്ട്. കണ്ടോ ഇത് ആ കാഴ്ച കേട്ടോ, നോക്കിയേ ആ മലയുടെ പുറത്തോടെ പക്ഷികളിങ്ങനെ പറന്ന് പുറത്തോടെ എന്ത് മനോഹരമായ സ്ഥലം നോക്കിയതേ. അടിപൊളി അല്ലേ, തമിഴ്നാട് ഗ്രാമങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പം എനിക്കൊന്ന് കേരളത്തെ കഴിയും അടിപൊളി തമിഴ്നാടായിരുന്നു അല്ലേ അടിപൊളി. ഓക്കെ, രക്ഷയില്ലാതെ ഉണ്ടോ ഇവിടെ പാടം, ഇത് പാടമല്ലേ, ഇതെല്ലാം പാടം, ഇവിടെ എല്ലാം നിർത്തിയതേ, നമ്മുടെ വണ്ടിയോടെ നിർത്തുന്നുണ്ട്. പാടം കാണാനായിരിക്കും, രക്ഷയില്ലതേ കണ്ടോ. പാടം, അതിൻ്റെ പാടത്തിൻ്റെ മലയുടെ താഴെ പാടം, അവിടെ കുറച്ച് വീടുകൾ ഉണ്ടോ. ഇത്ര മനോഹരമായ സ്ഥലമാണ്. ഇവിടെ എല്ലാം നമ്മുടെ ട്രെയിൻ നിർത്തി തന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ വേണ്ടി ഇറങ്ങായിരുന്നു. പക്ഷേ വണ്ടി എല്ലാം വിട്ടാലേ ചില പ്രശ്നക്കാരിക്കും, അത് വേണ്ട ഇങ്ങനെ വെച്ചു. കണ്ടോ ആ നെല്ലിനകത്ത് കാറ്റിങ്ങനെ അതിനകത്ത് തട്ടുമ്പോഴേ അതിൻ്റെ രസം കണ്ടോ, ഇത്ര മനോഹരമായിട്ടത്. ആ കാറ്റ് നിങ്ങൾക്ക് കിട്ടുന്നോന്ന് എനിക്കറിയത്തില്ല, കാറ്റിങ്ങനത് ഇത്ര മനോഹരത്. ആ മലയുടെ താഴെ അടിപൊളിയത്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഭഗവതിപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഭഗവതിപുരത്തിലെ റെയിൽവേ സ്റ്റേഷൻ അത് കണ്ടോ, മലയും അതുപോലെ തന്നെ സ്റ്റേഷൻ അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. കണ്ടോ എന്ത് നല്ല വ്യൂ ആണ്, നോക്കിയേ ആ വ്യൂ നോക്കിയേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല മനോഹര സ്റ്റേഷൻ. നമ്മൾ കേരളത്തിലെ കുഴപ്പമില്ല, പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ അവിടെ പാടങ്ങളും മലകളും, അവിടെ നമ്മുടെ ഈ ഭഗവതിപുരം എന്ന് പറയുന്ന സ്റ്റേഷനാണ്. അപ്പോൾ ഈ സ്റ്റേഷനിലൂടെയാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടെ നമ്മൾ ഈ അടുത്ത സ്റ്റേഷനാണ്. ഭഗവതിപുരത്ത് സ്റ്റേഷൻ ഇങ്ങനെയാണ്, എന്നുണ്ടോ, ഇച്ചിരി വലുതാണ് സ്റ്റേഷൻ. ഇച്ചിരി വലുതെന്ന് പറയുമ്പോഴത്തേക്ക് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഭഗവതിപുരത്ത്. നോക്കി, ഇത് തമിഴ്നാടിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേഷൻ, നമ്മൾ കയറിയപ്പോഴത്തേക്ക് ഉള്ള ഫസ്റ്റ് സ്റ്റേഷനുണ്ട് ഭഗവതിപുരം. ഭഗവതിപുരത്തിൽ നിന്നാണ് നമ്മളിനി യാത്ര തുടങ്ങുന്നത്. കണ്ടോ എത്ര മനോഹരമായ ദൃശ്യം അത്. ഉണ്ടോ, സ്റ്റേഷൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഞാനിങ്ങനെ സ്റ്റേഷൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. കൊള്ളാം. ഭഗവതിപുരം സ്റ്റേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ദേ കണ്ടോ മല, കണ്ടോ മലയെല്ലാം കണ്ട്. ദേ കണ്ടോ ഇവിടെ കുറേ കൃഷിക്കാരൊക്കെ ഇപ്പോൾ ഉണ്ട്. പശയല്ലല്ലോ, പശുവിനെയൊക്കെ മേച്ചുകൊണ്ടൊക്കെ ഉണ്ട്. ഇതെല്ലാം കണ്ട് നമ്മൾ എന്തായാലും ഈ കാഴ്ചയെല്ലാം കണ്ട് നമ്മളത് ഭഗവതിപുരത്ത് നിന്ന് പോവുക. 1-2 സ്റ്റോപ്പും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങാനുള്ള അടുത്തൊരു സ്റ്റോപ്പും കൂടെ കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് സ്റ്റോപ്പ് നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലമാണ്. അപ്പോൾ അതുവരെയുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ ഇതേടാ മല കണ്ടോ. തമിഴ്നാട് എന്ത് സൗന്ദര്യമുള്ള സ്ഥലമൊക്കെ എനിക്ക് തമിഴ്നാട്ടിലൂടെ. ഇവിടെ ഇപ്പോൾ പച്ചപ്പൊക്കെ കേരളത്തിനടുത്ത് കിടന്നു ഉണ്ടോ.
എന്തായാലും കാഴ്ച കണ്ടിങ്ങനെ കാഴ്ചയൊക്കെ മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. ഗ്രാമഭംഗി എന്ന് പറഞ്ഞാൽ ഇതാണ് ഗ്രാമഭംഗി അല്ലേ. നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ് സെങ്കോട്ടെ എന്ന് പറയും. സെങ്കോട്ടെ സ്റ്റോപ്പ് അത് സെങ്കോട്ടെ റെയിൽവേ സ്റ്റേഷൻ കുഴപ്പമില്ല, പുരോഗമിച്ചുകൊണ്ടിരിക്കുക. അടുത്തതാണ് സെങ്കോട്ടെ ലാസ്റ്റ്. ഇത് സെക്കൻഡ് ലാസ്റ്റ് സ്റ്റോപ്പാണ് തെങ്കാശി. അപ്പോൾ നമ്മൾ തെങ്കാശിയോട് ഇനി 1 കിലോമീറ്റർ അവിടെ പോകേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഇത് സെങ്കോട്ടെ സ്റ്റേഷനിലാണ് നമ്മൾ വയ്ക്കുന്നത്. സെങ്കോട്ടെ സ്റ്റേഷനായി കാണുന്നത് തമിഴ്നാട്ടിൽ. ഇപ്പോൾ ഇവിടെ എല്ലാം വൃത്തിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം സ്റ്റേഷനെല്ലാം മനോഹരമാക്കി അവർ വെച്ചിട്ടുണ്ട്. ഓക്കെ ഉണ്ടോ, ഇവിടെ എല്ലാം ആളുകളെല്ലാം ഇപ്പോൾ ഉണ്ട്. സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ എല്ലാവരും നല്ലപോലെ ഇവിടെ ഫ്രണ്ടിൽ എല്ലാവരും ഇരിപ്പുണ്ട്. കണ്ടോ മൊത്തത്തിൽ കണ്ടോ, ഇവിടെ ഉണ്ടോ സ്റ്റേഷൻ. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ആളുകൾ കയറാനുണ്ട്. നമ്മുടെ മധുരയിലോട്ട് പോകാനൊക്കെ ഇഷ്ടംപോലെ ആളുകൾ വരും. അപ്പോൾ അവരെല്ലാവരും ഇവിടെ കയറിയിട്ടേ പോകത്തുള്ളൂ. എന്തായാലും നമുക്ക് തെങ്കാശിയിൽ ഇറങ്ങണം. തെങ്കാശി. അപ്പോൾ തെങ്കാശി അടുത്ത സ്റ്റോപ്പാണ്. അത് ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ മൊത്തത്തിൽ ആളുകളെ ഞാൻ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം, ഇതൊരു വലിയ സ്റ്റേഷനാണ് തോന്നുന്നു. സെങ്കോട്ടെ ഇച്ചിരി വലിയ സ്റ്റേഷനാണ് സെങ്കോട്ടെ. എന്തായാലും സെങ്കോട്ടെ സ്റ്റേഷനിൻ്റെ അടുത്തുകൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ പോലീസ് സ്റ്റേഷൻ, പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ സ്ഥലമാണ്. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ആളുകളുണ്ട്. നമ്മളിതുവരെ സ്റ്റേഷനെക്കാളും കൂടുതൽ ആളുകളെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ഇവിടെ എല്ലാം. സെങ്കോട്ടെ വന്നപ്പോൾ സെങ്കോട്ടെ ഒരു ഫേമസ് സ്റ്റേഷനാണ് ഇവിടെ എല്ലാം. ഉണ്ടോ, തമിഴ്നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനിലൊന്നാണ് സെങ്കോട്ടെ. സെങ്കോട്ടെ ആയപ്പോഴത്തേക്കും ആളുകളെല്ലാം ഒത്തിരി വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇനി അങ്ങോട്ട് മധുരയൊക്കെ പോകുവാണെങ്കിൽ ഒത്തിരി തിരക്ക് വരും. എന്തായാലും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മൾ ഈ സെങ്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോക്കറ്റടിയുണ്ട്. അപ്പോൾ പോക്കറ്റടി ഉള്ളതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ജസ്റ്റ് വരുന്നവർ ഒന്ന് സൂക്ഷിക്കുക. അല്ല, എവിടെ ചെന്ന് സെങ്കോട്ടെ മാത്രമല്ല, എവിടെ ചെന്ന് തെങ്കാശിയിലായാലും എവിടെ ചെന്നാലും നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും നമ്മളെ ഒന്ന് സൂക്ഷിക്കാനുള്ള ശ്രമം വേണം. ചിലപ്പോൾ നമ്മൾ പറയാൻ പറ്റില്ല, നമ്മുടെ എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നമ്മുടെ കാര്യങ്ങളെല്ലാം ഉപയോഗപ്പെട്ടു പോകും. അവസാനം എന്തായാലും നമ്മുടെ മെയിൻ സ്റ്റോപ്പിൽ ഞാൻ എത്തിയിട്ടോ, തെങ്കാശി. അപ്പോൾ എന്തായാലും തെങ്കാശി റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങാൻ പോവാം. എന്താണ് വരുവാന്ന് എനിക്കറിയില്ല. നമുക്ക് ചോദിച്ചു പോവാം. ട്രെയിനൊക്കെ ഈ തെങ്കാശി സ്റ്റേഷൻ ഇഷ്ടംപോലെ ആളുണ്ട്. ഇത് വലിയ സ്റ്റേഷനാണെന്ന് തോന്നുന്നു കേട്ടോ. ഇഷ്ടംപോലെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. സെങ്കോട്ടെ പോലെ തന്നെ തെങ്കാശിയിലും ആളുകളുണ്ട്. എന്തായാലും നമുക്ക് തെങ്കാശിയിൽ ഇറങ്ങിയിട്ട് ഇതാണ് തെങ്കാശി. എന്തായാലും ഞാൻ തെങ്കാശി ഉണ്ട്. ആളുകളെല്ലാം ഇടിച്ച് എന്തായാലും ഇവിടെ ഭയങ്കര ഇടിയാണ്. ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ഇടിയാണ്. ഇത് സ്റ്റോപ്പ് എവിടെയാണെന്ന് നോക്കട്ടെ. വാ, എന്തായാലും നമുക്ക് തെങ്കാശിയുടെ ഇവിടെ ഉണ്ടോ നമ്മൾ വന്ന ട്രെയിൻ ഇതാണ്. ഈ ട്രെയിനിലാണ് നമ്മൾ വന്നത്. ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ ഉണ്ട്. ട്രെയിനകത്ത് എൻ്റെ കാഴ്ചയെല്ലാം നമ്മൾ കണ്ടോ. ഇതാണ് മധുര എക്സ്പ്രസ്. ഇത്ര നേരം നമ്മൾ ഇരുന്നത് 5 മണിക്കൂറോളം നമ്മളിരുന്നത് ഈ ട്രെയിനകത്താണ്. കാരണം അതിൻ്റെ ലോക്കോ വരെ നമുക്കൊന്ന് കുഴപ്പമില്ല. നല്ല ട്രെയിനാണ് കേട്ടോ. നമുക്ക് കാഴ്ചകളെല്ലാം കണ്ട് അടിപൊളിയായിട്ട് ഈ ട്രെയിനിനകത്തൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. ഞാൻ എന്തായാലും നല്ലപോലെ ഇത് ചെയ്തു. നമ്മളെന്തായാലും ആ ലോക്കോ ഉണ്ടോ, അതായത് ഇപ്പം ലോക്കോ എടുക്കും. ഞാൻ എന്താ ലോക്കോ വരെ ഒന്ന് നടന്നിട്ട് വരാം കേട്ടോ. ലോക്കോ വരെ ഒന്ന് ഞാൻ പോയി ലോക്കോ ഒന്ന് അടിച്ചേക്കാം. ഇതാണ് ട്രെയിനിൻ്റെ മധുര എക്സ്പ്രസിൻ്റെ ലോക്കോ, മെയിൻ ലോക്കോ കേട്ടോ. ഇതാണ് നമ്മുടെ മധുര എക്സ്പ്രസ് ലോക്കോ. ഈ ലോക്കോയിലാണ് നമ്മൾ വന്നത്. ഉണ്ടോ?
തോക്കപ്പയറ്റ് കയറിയിട്ടുണ്ട്. ഞാൻ തെങ്കാശി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇവിടം വരെയുള്ള ട്രാവൽ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി അടുത്ത വീഡിയോ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് തെങ്കാശിയിൽ നിന്ന് വേറൊരു സ്ഥലത്തോട്ടാണ്, ഞാൻ പ്രധാനമായിട്ട് വന്ന് വേറൊരു സ്ഥലത്തോട്ടാണ്. അത് അടുത്ത വീഡിയോ ഞാൻ പറയുന്നതായിരിക്കും. അടുത്ത വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും മാച്ച് ചെയ്യണം. അവിടെ ഒരു അടിപൊളി സ്ഥലത്തോട്ടാണ്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും എല്ലാം കണ്ട് ഫേമസ് ആയ ഒരു സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ തെങ്കാശി. എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. എന്തായാലും വീഡിയോ ഞാൻ ഫസ്റ്റ് വീഡിയോ ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും